നമസ്കാരം. ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രോഗമാണ് ഹൃദ്രോഗം. ഹൃദ്രോഗികളുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള സംസ്ഥാനം കേരളമാണെന്ന് പറയാം. ഹൃദ്രോഗത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ടതാണ് ഹൃദയ വാൽവിൻ്റെ തകരാറ്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ ചിന്ത. ഈ വിഷയത്തിൽ ഇന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ സഹകരണ ഹൃദയാലയയിലെ കാർഡിയോ തൊറാസിക് സർജൻ ഡോക്ടർ പ്രസാദ് സുരേന്ദ്രൻ സാറാണ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം MS-ഉം പൂർത്തിയാക്കിയ ശേഷം ബാംഗ്ലൂരിലെ ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജിയിൽ നിന്ന് കാർഡിയോ തൊറാസിക് സർജറിയിൽ DM-ഉം പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ 20 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. നാഷണൽ ഇന്റർനാഷണൽ ജേർണലുകളിൽ റിസർച്ച് പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാഷണൽ ഇന്റർനാഷണൽ സെമിനാറുകളിൽ റിസർച്ച് പേപ്പറുകൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമ്മൾ ഇന്നത്തെ ഈ വിഷയം ഹൃദ്രോഗത്തിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഹൃദ്രോഗം? ഹൃദ്രോഗം ബേസിക്കലി പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്, അതിൻ്റെ കൂടെ ഇപ്പുറത്തെ സൈഡിൽ ഈ അക്വയർഡ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് മുതിർന്നവരിൽ തുടങ്ങി വരുന്ന രോഗങ്ങളാണ്. അതിൽ ഈ അക്വയർഡ് ഹാർട്ട് ഡിസീസിലാണ് കൂടുതൽ ഈ ബൈപ്പാസ് ചെയ്തു വരുന്ന ഈ ഹൃദയ ധമനികളിലുള്ള ബ്ലോക്കും ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത് നമ്മുടെ തെറ്റായ ജീവിതശൈലി മാത്രമല്ല, പാരമ്പര്യമായിട്ട് പല ജനറ്റിക് ഫാക്ടേഴ്സും പല കാരണങ്ങളുണ്ട്. എത്ര ശതമാനം ഈ ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് പാരമ്പര്യത്തിന് പങ്കുണ്ട് ഈ ഹൃദ്രോഗത്തിൽ? അത് വേരിയബിൾ ആണ്. ചില ഫാമിലീസിൽ വളരെ സ്ട്രോങ് ടെൻഡൻസി ഉള്ള ഫാമിലീസ് ഉണ്ട്. അതിൽ ഒരു 20-30 വയസ്സാകുമ്പോഴേക്കിനെ പല മെമ്പേഴ്സിന് ഇങ്ങനെ ഹൃദയ ധമനികളിൽ ബ്ലോക്ക് വരാനും അറ്റാക്കിന് ആവാനും പിന്നെ മറ്റ് ചികിത്സ രീതികളൊക്കെ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. മറിച്ച് ഈ ജനറ്റിക് ഫാക്ടേഴ്സ് വളരെ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ അവർ കുറേം കൂടി വൈകിട്ടാണ് ട്രീറ്റ്മെന്റിന് വരുന്നത്. അപ്പോൾ അത് വളരെ വേരിയബിൾ ആണ്. വളരെ സ്ട്രോങ് ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലീസ് ഉണ്ട്, തീരെ ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഫാമിലീസും ഉണ്ട്. സാർ നേരത്തെ പറഞ്ഞ അക്യൂർഡ്, അതായത് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് ഹൃദ്രോഗം. ഈ ഏതെല്ലാം രീതിയിൽ ഈ ഹൃദ്രോഗം വരാൻ കാരണമായി തീരും? അല്ല, അത് നമ്മുടെ ജീവിതശൈലി ഹൃദ്രോഗത്തിന് കാരണമായി മാറുന്നു പറയല്ലേ? യെസ്. അത് ഏതെല്ലാം ശൈലികളാണ് അതിപ്പോൾ അത് കൂടുതലും ഈ ഹാർട്ട് അറ്റാക്കുമായിട്ട് ഈ രക്തോട്ടത്തിന്റെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ, ഈ ജീവിതശൈലി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ വാൽവ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് പണ്ട് ഈ രക്തവാതത്തിൻ്റെ ഈ റുമാറ്റിക് ഫീവറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. റുമാറ്റിക് ഫീവർ അറ്റാക്ക് കഴിഞ്ഞാൽ പല കൂട്ടർക്ക് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പിന്നീട് വാൽവിൽ കുറച്ച് മാറ്റങ്ങൾ വന്ന് അത് പതുക്കെ വാൽവിനെ ബാധിച്ചിട്ട് വാൽവ് ദീർഘകാലം ഒന്നെങ്കിൽ വാൽവ് ലീക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ വാൽവ് വല്ലാതെ ചുരുങ്ങി വന്നിട്ട് അത് രക്തോട്ടത്തിന് ഒരു തടസ്സമായി നിൽക്കാം. അത് അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഈ റുമാറ്റിക് ഫീവറിൻ്റെ ഒന്ന്, പിന്നെ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, അതായത് വാൽവിൽ ഇൻഫെക്ഷനൊക്കെ വരാം. അങ്ങനത്തെ ഇത് കൂടാതെ ഡീജനറേറ്റീവായിട്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് വാൽവിൻ്റെ സർഫസിൽ കാൽസ്യം വന്നടിയാനും അത് കാരണം വാൽവിൽ സെക്കൻഡറി ചേഞ്ചസ് വന്നിട്ട് ഈ ഡീജനറേറ്റീവ് ചേഞ്ചസ് ആയിട്ട് വാൽവ് ലീക്ക് ചെയ്യുന്നതും ചുരുങ്ങി വരുന്നതും ആയിട്ട് കൂടുതൽ കാണുന്നത്. സാർ ഇപ്പം പറഞ്ഞു ഈ വാതപ്പനി എന്ന് പറയുന്ന സാധനമാണ് ഇതിന് കാരണം. ഈ വാതപ്പനി ഏത് പ്രായത്തിലുള്ളവരാണ് വാതപ്പനി ബാധിക്കും? അത് ഏത് പ്രായത്തിലും വരാം. അത് സാധാരണ ഫസ്റ്റ് ഈ അക്യൂട്ട് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ വരും. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? അതെ അതെ, ആരാ വിളിക്കുന്നത്? ഇത് ഗായത്രി തലപ്പുണ്ട്. സാറിന് ചോദിച്ചോളൂ. പറയൂ. ചോദിച്ചോളൂ. എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ബൈപ്പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വാൽവിന് ലീക്ക് ഉണ്ടെന്നാ പറഞ്ഞേ. അത് ഒന്നും ചെയ്യേണ്ട, വിട്ടുകളയാനാ പറഞ്ഞേ ഡോക്ടർ. അതിന് ഭാവിയിൽ വല്ല പ്രശ്നം ഉണ്ടാവോ? ഇല്ല. ഇതിപ്പോൾ വാൽവ് ഒരു ചെറിയൊരു ലീക്ക് ഉണ്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചുരുങ്ങി നിൽക്കുന്നത് കൊണ്ട് മാത്രം അത് ട്രീറ്റ്മെൻറ്റിന് ആക്ച്വലി ഇൻഡിക്കേഷൻ ആവുന്നില്ല. ഈ വാൽവിൻ്റെ അസുഖം, അതായത് ലീക്കാണോ വാൽവ് ചുരുങ്ങി വന്നതാണോ
അത് ഹൃദയത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതെന്ന് നോക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. വളരെ മൈൽഡിലേക്ക്, ഇപ്പോൾ അമ്മേൻ്റെ കേസിൽ എനിക്ക് നന്നായി ഓർമ്മയുണ്ട്, ഡോക്ടർ പ്ലാസിഡിൻ്റെ പേഷ്യൻ്റാണ്. ഓക്കെ, യെസ്, അത് വളരെ നിസ്സാരമായിട്ടുള്ള ലീക്കാണ്. നമുക്ക് കൂടുതലും ഈ ഹാർട്ട് ബ്ലോക്കിൻ്റെ ഇത് മീൻസ് ഈ രക്തോട്ടത്തിൻ്റെ പ്രോബ്ലം കാരണം ബൈപ്പാസ് ചെയ്തത്. പക്ഷെ ആ വാൽവിൻ്റെ ചെറിയ ലീക്കാണെങ്കിലും അതിൻ്റെ എഫക്ട്സ് മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാവുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വാൽവ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അന്ന് ഡോക്ടർ പ്ലാസിഡും പറഞ്ഞത് ഇത് വാൽവിൻ്റെ ഒന്നും ചെയ്യേണ്ട, ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് മരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. താങ്ക് യു സാർ. ഈ ഹൃദയ വാൽവിന്റെ ഈ തകരാറ് വന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ 4 വാൽവുകളുണ്ട്. ഇടതുവശത്ത് 2 വലതുവശത്ത് 2. അപ്പോൾ ഇതിൽ ഏത് വാൽവാന്ന് ബാധിച്ചതിനനുസരിച്ചാണ് സിംറ്റംസും കുറച്ച് മാറ്റമുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്ന ഏത് വാൽവിന് ഏറ്റവും കൂടുതൽ തകരാറ് വരുന്നു? ലെഫ്റ്റ് സൈഡിലെ വാൽവ്സ് ആണ് കൂടുതൽ എപ്പോഴും എഫക്റ്റഡ് ആവുന്നത്. അതിൽ മൈട്രലും അയോട്ടിക് അത് രണ്ടും തന്നെ കൂടുതൽ. ഈ മൈട്രൽ വാൽവിന് തകരാറ് വന്നാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കും? മൈട്രൽ വാൽവ് തകരാറ് വരുമ്പോൾ അധികം ശ്വാസമുട്ടൽ, കതപ്പ്, അങ്ങനത്തെ അതായത് ഈ ബ്രീതിങ് ആയിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് കാണുക. അത് കൂടുതൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ മൈട്രൽ വാൽവിന് തകരാറ് വരുമ്പോൾ ബ്ലഡ് ഫ്ലോ നേരെ ഈ അടുത്ത വശത്തെ വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്കല്ല പോകുന്നത്. അപ്പോൾ ലങ്സിൽ എപ്പോഴും ഇങ്ങനെ നീര് കെട്ട് വരാനും അത് കാരണം രോഗിക്കൊരു ശ്വാസമുട്ടൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ചില കൂട്ടർക്ക് ഈവൻ വെറുതെ ഇരിക്കുമ്പോൾ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ശ്വാസമുട്ടൽ വരാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് മറിച്ച് അയോട്ടിക് വാൽവിൻ്റെ പ്രോബ്ലംസ് ആണെങ്കിൽ ശ്വാസമുട്ടലാവാം, പക്ഷേ അയോട്ടിക് വാൽവ് ചുരുങ്ങി വരുന്നതെന്ന് എസ്പെഷ്യലി പലപ്പോഴും നെഞ്ഞ് വേദനയായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ലക്ഷണങ്ങൾ വന്നാൽ ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു മൈട്രൽ വാൽവാണോ അയോർട്ടിക് വാൽവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും? രോഗിനെ നമ്മൾ ഫിസിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ പല അതിൻ്റെ മേമറും മറ്റ് സംഗതികൾ കേൾക്കുമ്പോൾ ഹോസ്പിറ്റൽ വരുമ്പോൾ മനസ്സിലാവാൻ പറ്റും. പിന്നെ ഹിസ്റ്ററിയിൽ തന്നെ ഇപ്പോൾ രോഗിൻ്റെ വിഷമങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്നനുസരിച്ച് തന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. അത് കൺഫേം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് എക്കോകാർഡിയോഗ്രാമാണ്. എക്കോകാർഡിയോഗ്രാമിൽ നമുക്ക് വാൽവിൻ്റെ സ്ട്രക്ചറും ഷേപ്പും കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല, അത് തടസ്സമാണെങ്കിൽ അത് എത്രത്തോളം രക്തോട്ടത്തിനത് ബാധിക്കുന്നുണ്ട് എല്ലാം കുറേം കൂടി ഇൻഫർമേഷൻ കിട്ടുന്നത് കൃത്യമായിട്ട് കിട്ടുന്നത് 3D എക്കോഗ്രാമാണ്. ഇതിപ്പോൾ ഇങ്ങനെ മൈട്രൽ വാൽവിന് തകരാറാണെന്ന് മനസ്സിലായി. ഇപ്പം ഇത് കൺഫേം ചെയ്ത് എന്ത് ചികിത്സയാണ് അവർക്ക് അങ്ങനത്തെ രോഗികൾക്ക് കൊടുക്കുക? ഏർലി കേസസിൽ എപ്പോഴും മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. മെഡിസിൻ കൊണ്ട് മാറും? മെഡിസിൻ കൊണ്ട് മാറുന്നതല്ല. ഇപ്പോൾ പല വാൽവിൻ്റെ അസുഖങ്ങൾ നമ്മൾ ഓപ്പറേഷനോ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റ് നേരത്തെ ചെയ്തത് കൊണ്ട് എക്സ്ട്രാ ബെനിഫിറ്റ് ഇല്ല, അഡീഷണൽ ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ അത് കാരണം സാധാരണ ഏർലി കേസിൽ മരുന്ന് കൊണ്ടാണ് രോഗിനെ ട്രീറ്റ് ചെയ്യുന്നത്. അത് മരുന്നിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് രോഗീൻ്റെ വിഷമങ്ങൾ, അതായത് സിംറ്റംസ് കൺട്രോൾ ചെയ്യാം ഒന്ന്. സെക്കൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിയുന്നതും ഈ വാൽവ് പ്രോബ്ലം ഹാർട്ടിൻ്റെ മസിൽസിനെ ബാധിക്കാനുള്ള സാധ്യത കുറക്കാൻ പറ്റും. അപ്പോൾ അത് മരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മരുന്നാണ് ഫസ്റ്റ് ചോയ്സ്. ആ സ്റ്റേജ് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ മറ്റ് ചികിത്സാ രീതികൾ നോക്കുന്നത്. ഈ ലക്ഷണങ്ങൾ വന്ന് ഡോക്ടറെ കാണിക്കാണ്ട് നിന്നാലാണോ ഈ സ്റ്റേജ് കഴിയുന്ന അവസ്ഥ വരുന്നത്? സാറിന് ഇപ്പം പറഞ്ഞു, ഇപ്പോൾ സ്റ്റേജ് കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞല്ലോ സാർ. സ്റ്റേജ് കഴിഞ്ഞു പോയെങ്കിൽ സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ പേഷ്യൻ്റ് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് കാണിക്കാതെ കൊണ്ടാണോ ഇത് സ്റ്റേജ് മാറിപ്പോകുന്നത്? സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതിരിക്കുന്നതിൽ എപ്പോഴും അത് പ്രോഗ്രസ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. വളരെ ലേറ്റ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് ചികിത്സേൻ്റെ ഫലം കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതേ സമയത്ത് കൃത്യമായിട്ട് കാണിക്കുന്ന രോഗിയാണെങ്കിലും പൊതുവേ ഈ വാൽവിൻ്റെ പ്രശ്നങ്ങൾ ക്രമേണ പ്രോഗ്രസ് ചെയ്ത് വരും. ഒരു ചെറിയൊരു ചുരുങ്ങലായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വർഷങ്ങൾ കഴിഞ്ഞാൽ അത് പതുക്കെ ടൈറ്റ് ആവും. അത് കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാലും അതിൻ്റെ ചാൻസ് ഉണ്ട്. പിന്നെ ചില സംഗതിയിൽ, പ്രത്യേകിച്ച് അയോട്ടിക് വാൽവിൻ്റെ ലീക്ക്, അയോട്ടിക് റീഗർജിറ്റേഷൻ എന്ന് പറയുന്നത്, അതിൽ പലപ്പോഴും രോഗി ഒരു കുറച്ച് ലേറ്റ് സ്റ്റേജ് ആവുന്നവരെ ഒരു ലക്ഷണങ്ങൾ കാണിക്കാത്ത ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഹാർട്ട് ഒരു മാക്സിമം കപ്പാസിറ്റി വരെ അഡ്ജസ്റ്റ് ചെയ്യും.
അത് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കപ്പാസിറ്റി കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് ഹാർട്ടൊന്ന് കുറച്ചൊന്ന് ഫെയിൽ ചെയ്യുന്ന മാതിരി ആകുമ്പോഴാണ് രോഗി പെട്ടെന്ന് ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് രോഗി അത് നെഗ്ലക്ട് ചെയ്തത് കൊണ്ടല്ല, പക്ഷെ അറിയാത്തത് കൊണ്ടാണ് അതുവരെ കാണിക്കാത്തത്. അങ്ങനെയുള്ള ശൈലും മെഡിസിൻ കൊണ്ട് മാറ്റാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അത് അത്ര ഒരു കോളുണ്ട്. ഹലോ, അങ്ങനെ ഒരു സ്റ്റേജിലും ഇതുകൊണ്ട് മാറ്റാൻ പറ്റില്ല? ഇല്ല, അത് ലേറ്റ് സ്റ്റേജിലാണെങ്കിൽ മെഡിസിൻ കൊണ്ട് യൂഷ്വലി ശരിയാവില്ല. അത് ഓരോ വാൽവിൻ്റെ അതിൻ്റെ വാൽവിൻ്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ രക്തോട്ടത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ കൂടെ നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ മെഡിസിൻ എപ്പോഴും ഫസ്റ്റ് ചോയ്സ് ആണ്, മീൻസ് ഫസ്റ്റ് കൺസിഡറേഷൻ ആണെങ്കിലും അത് മെഡിസിൻ കൊണ്ട് ശരിയാവാത്ത കേസാണെങ്കിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റായിട്ട് കണ്ടിന്യൂ ചെയ്യില്ല. അതെന്തായാലും ഇപ്പോൾ ഒന്നുകിൽ ഈ ചുരുങ്ങി നിൽക്കുന്ന വാൽവ് ചിലത് ബലൂൺ കൊണ്ട് ഓപ്പൺ ചെയ്യാം, ചിലത് ഓപ്പറേഷനോ. അത് എപ്പോഴും തന്നെ മെഡിസിൻ ഫസ്റ്റ് ഇതായിട്ട് വരില്ല. ഈ ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഈ അയോർട്ടിക് വാൽവിൻ്റെ തകരാറ് കൂടുതലായി കണ്ടുവരുന്നത്? ഈ റൊമാറ്റിക് ഫീവർ ആയിട്ട് വരുന്ന പ്രോബ്ലംസ് അധികം കുറച്ചും കൂടി യങ് ഏജിൽ 20-30 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് പല കൂട്ടർ വരുന്നത്. ഈ ഡീജനറേറ്റീവ് ഡിസീസസ് കുറേയും കൂടി പ്രായമുള്ള കൂട്ടർ 50s 60s. പക്ഷേ ഈ വാൽവിൻ്റെ തകരാറുകൾ ഏത് പ്രായത്തിലും വരാം. അത് ജന്മനയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജന്മന വരുന്ന ഈ വാൽവിൻ്റെ സ്റ്റീനോസിസ്, അതായത് ചുരുങ്ങൽ, അത് റയറായിട്ട് കാണുന്നതാണ്. അതല്ലേ? അപ്പോൾ ഈ ഇപ്പോൾ ജന്മന അങ്ങനെ വന്നാൽ കുട്ടി ചെറുപ്പത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും? ഇല്ല, ഇപ്പോൾ അയോട്ടിക് സ്റ്റീനോസിസ് വളരെ ടൈറ്റ് അയോട്ടിക് സ്റ്റീനോസിസ് ആണെങ്കിൽ കുട്ടി യൂഷ്വലി ജനിക്കുമ്പോൾ തന്നെ ഹാർട്ട് ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് വരും. പിന്നെ അത് ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റും? അത് യൂഷ്വലി ചികിത്സിക്കാം, പക്ഷേ അത് ഒരു പെർമനൻറ്റ് ക്യൂർ ആവില്ല. പലപ്പോഴും അത് സ്റ്റേജസ് ആയിട്ടൊന്ന് ട്രീറ്റ് ചെയ്യേണ്ടി വരും. കുട്ടി വലുതാവുമ്പോൾ പിന്നീട് ട്രീറ്റ്മെൻറ്റ് വീണ്ടും ആവശ്യം വരും. ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും? അത് ഡിപ്പെൻസ്, അത് വാൽവിൻ്റെ തകരാറിനനുസരിച്ചിരിക്കും. അത് തകരാറിനനുസരിച്ചാണ്. ചില സംഗതികൾ നമുക്ക് ഒരു നോർമൽ ലൈഫ് സ്റ്റൈലായിട്ട് കമ്പാറ്റബിൾ അല്ല. അപ്പോൾ അത് എങ്ങനത്തേത് മീൻസ് ആ വാൽവിൻ്റെ ഡിഫക്റ്റ് എങ്ങനെയാണെന്ന് കിടക്കുന്നത് അതുമാതിരിയാണ് നമുക്ക് റിസൾട്ട്സും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ പൾമണറി ആർട്ടറിയിലെ വാൽവില്ലേ, അതിനൊന്നും അങ്ങനെ ഒരു അസുഖം വരുന്നതായിട്ട്? അത് വരാറുണ്ട്. പൾമണറി വാൽവ്, പൾമണറി സ്റ്റീനോസിസ് കുട്ടികളിൽ ക്വൈറ്റ് കോമൺ ആണ്. ആക്ച്വലി ഏറ്റവും കോമൺ അതാണെന്ന് അത് കോമൺ ആണെന്ന് മാത്രമല്ല, പൾമണറി സ്റ്റീനോസിസ് ആക്ച്വലി വളരെ ട്രീറ്റബിൾ കോസ് ആണ്. പരിപൂർണ്ണമായി ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റും. അതുപോലെ ട്രൈക്കസ്പിഡ് വാൽവിന് ട്രൈക്കസ്പിഡ് വാൽവിൽ 2 ഗ്രൂപ്പ്സ് ആക്ച്വലി എഫക്റ്റ് ആയി വരുന്നത്. ഈ മൈട്രൽ വാൽവ് ഒരുപാട് കാലം മൈട്രൽ വാൽവ് ഡിസീസ് ഉള്ള രോഗികൾക്ക് പലപ്പോഴും ഈ ട്രൈക്കസ്പിഡ് വാൽവും പതുക്കെ ലീക്ക് ചെയ്യാൻ തുടങ്ങും. അതൊരു ഗ്രൂപ്പാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഈ ഇൻട്രവീനസ്, അതായത് നരമ്പിൽ കൂടെ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സ്റ്റെറിലിറ്റി ഇല്ലാത്ത കാരണം അവർ ആ ഗ്രൂപ്പിൽ ഈ എൻഡോകാർഡൈറ്റിസ്, അതായത് ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഈ ട്രൈക്കസ്പിഡ് വാൽവ് ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ട്രൈക്കസ്പിഡ് വാൽവ് അത് ഡിസ്ട്രോയിഡ് ആകും. ഈ സാറിപ്പം പറഞ്ഞില്ലേ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക്, ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ജീവിതത്തിന് നമ്മൾ തെറ്റായി ചെയ്യുന്ന പ്രവണതകൾ ഇങ്ങനെ വാൽവിന് തകരാറുണ്ടാക്കാൻ കാരണമായി തീരും? ഈ മറ്റ് ഈ നമ്മളെ ഈ ഹാർട്ട് അറ്റാക്കും ഇതുമാതിരി അത്ര സ്ട്രോങ് അല്ല. ഈ ലൈഫ് സ്റ്റൈൽ അല്ല പാരമ്പര്യ ഘടകമുണ്ട്. പിന്നെ മറ്റു നമ്മുടെ ജീവിത ശൈലി കൊണ്ട് ഈ വാൽവിന് വല്ല തകരാറും വരുമോ? ഇല്ല, ജീവിത ശൈലി കൊണ്ട് അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. ഭക്ഷണം കൊണ്ടോ ഇത് ചുരുങ്ങാൻ വേറെ ഇൻഫെക്ഷൻസ് അല്ലാണ്ട്? ഇൻഫെക്ഷൻസ് അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. ഭക്ഷണം സാധാരണ അങ്ങനെ ഈ കാൽസിഫിക് അയോട്ടിക് സ്റ്റീനോസിസ്, ഈ കാൽസ്യം ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെല്ലാം അത് ആക്ച്വലി അത് ഭക്ഷണമായിട്ട് അങ്ങനെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ശ്രീജ, ഡോക്ടറോട് ചോദിച്ചോളൂ. അത് വാൽവിനെ പറ്റിട്ടല്ല, പറയൂ. ഇത് വെരിക്കോസ് വെയിൻ നട്ട് കൊറേ ആയി കാലിന്. അപ്പൊ ഹോമിയോടെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഹോമിയോടെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കൈക്കും വേദന തുടങ്ങിയിട്ടുണ്ട്. അത് ചില ആള് പറയുന്നത് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാല് മാറത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. കൈയിന്റെ എവിടെയാണ് വേദനയുള്ളത്? കൈന്റെ മുട്ടിന്റെ അവിടുന്ന് വേദന, കൊട്ടിങ്ങനെ പൊന്തിയ പോലെയുണ്ട്. അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേദന എടുക്കുന്ന പോലെയുണ്ട് പണിയെല്ലാം ചെയ്യുമ്പോ. ഇതിപ്പോ ഈ വെരിക്കോസ് വെയിൻ്റെ നേരത്തെ ചികിത്സിച്ചത് കൊണ്ട് കൈയുമായിട്ട് ബന്ധം ഉണ്ടാവും തോന്നുന്നില്ല.
അതെയാ? സാധാരണ ഈ വെയിൻസിന്റെ പ്രോബ്ലം കാലിലാണ് കൂടുതൽ കാണുന്നത്. കയ്യിൽ സാധാരണ അങ്ങനെ വെരിക്കോസ് വെയിന്റെ പ്രോബ്ലം വരാറില്ല. ഈ വെരിക്കോസ് വെയിൻ്റെത് പിന്നെ സർജറി നടത്തിയാലേ പൂർണ്ണമായിട്ട് മാറുന്നുണ്ടോ? എങ്ങനെ? സർജറി നടത്തിയാലേ പൂർണ്ണമായിട്ടും വെരിക്കോസിന്റെ മാറുന്നുണ്ട്. ഇപ്പൊ എനിക്ക് 7 വർഷമായി വെരിക്കോസിന്റെ തുടങ്ങിയിട്ട്. അല്ല, വെരിക്കോസിൻ്റെത് ഇപ്പോൾ പല ടൈപ്പ് ചികിത്സ രീതികളുണ്ട്. സർജറി മാത്രമല്ല, സർജറി ഇല്ലാതെ ഈ അതായത് വെയിൻസ് നമ്മൾ ഈ ലേസറും അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെരിക്കോസ് കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് നീക്കം ചെയ്യാനുള്ള ചികിത്സാ രീതികളുണ്ട്. അപ്പൊ അത് ഓരോ കേസിനും ഓരോ മാതിരി. അത് അതെ, ഇപ്പൊ ഹോമിയോ ചികിത്സ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് നല്ല മാറ്റം കാണുന്നുണ്ടെങ്കിൽ അത് തുടർന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാ കേസിനും ഓപ്പറേഷൻ അല്ല. 7 വർഷത്തോളായി ഇപ്പൊ വെരിക്കോസിന്റെ തുടങ്ങിയിട്ട്. മോളെ പ്രഗ്നന്റ് ആയതും തൊട്ട് തുടങ്ങിയതാണ്. ഓക്കെ. എല്ലാ കേസിലും സർജറി അല്ല ട്രീറ്റ്മെന്റ്. അപ്പോൾ അത് ഓരോ കേസായിട്ടൊന്ന് നമ്മൾ രോഗിന്റെ വിഷമങ്ങൾ ഏത് ഭാഗത്താണ് എഫക്റ്റഡ് ആയിട്ടുള്ളത് നോക്കിയിട്ട് മാത്രമേ പറയാം. കാലിന്റെ അടിഭാഗം മുതൽ പുകച്ചല് തുടങ്ങും. പിന്നെ കാലിന് ഇങ്ങനെ പച്ചനരവ് ചുരുണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തും കാലിന്റെ തൊടയോളം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടോ? ഇപ്പൊ അങ്ങനെ തന്നെയുണ്ട്. അത് ഒരു മരുന്ന് തടകാൻ തന്നെ, അന്നേരം കുറച്ച് മാറ്റം വരും. പിന്നെയും വേദന അതുപോലെ തന്നെയുണ്ട്. മരുന്ന് കഴിക്കുന്നേ ഉള്ളൂ. അത് കൃത്യമായിട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അതെ. ശരി എന്നാ ഡോക്ടർ. ഓക്കെ, താങ്ക് യു സാർ. ഈ താലിയം സ്കാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? താലിയം സ്കാൻ എന്ന് പറയുന്ന ഒരു മയോകാർഡിയൽ പെർഫ്യൂഷൻ ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അതിലെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ രോഗിയാണെങ്കിൽ എക്കോ ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഒരു ഭാഗം ആ മസിൽസ് ഒന്നും തീരെ ഒരു ചലനമില്ല. ഹാർട്ട് ബീറ്റിൻ്റെ ആ സമയത്ത് അത് മൂവ്മെൻറ്റ് ഇല്ലാതെ നിൽക്കുവാണ്. അപ്പോൾ അവിടെ രക്തോട്ടം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മസിൽസ് പൂർണ്ണമായും ഡാമേജ് ആയതുകൊണ്ടാണോ ഈ മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ താലിയം സ്കാൻ അതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ താലിയം സ്കാൻ ചെയ്യുന്നത് ഈ റേഡിയോ ആക്റ്റീവ് മരുന്ന് ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഗാമ ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന മാതിരിയാണ്. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അറ്റാക്കുള്ള ഭാഗത്ത് പൂർണ്ണമായിട്ടും മസിൽ പോയതാണോ അല്ലെങ്കിൽ അവിടെ നമുക്ക് തിരിച്ചു കിട്ടാവുന്ന മസിൽസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യൂഷ്വലി അത് ചെയ്യുന്നത് നമ്മളിപ്പോൾ താലിയം സ്കാൻ ചെയ്താൽ രോഗീൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതായത് ആൻജിയോപ്ലാസ്റ്റി ആണോ അല്ലെങ്കിൽ ബൈപ്പാസ് ആണോ അല്ലെങ്കിൽ മരുന്നിൽ തുടരോ, ഇത് മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ അപ്പോഴാണ് കൂടുതലും താലിയം സ്കാൻ ചെയ്യുന്നത്. എത്ര ശതമാനം മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഇത് പോയിട്ടുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സർജറി വേണോ വേണ്ടോ? ഉദാഹരണത്തിന് ഇന്ന് ഒരു പേഷ്യന്റ് ഒരു താലിയം സ്കാൻ റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ മെയിനായിട്ട് 2 ബ്ലോക്കുകളുണ്ട്. പക്ഷെ ഒരു ബ്ലോക്കിന്റെ ആ ടെറിട്ടറി കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും ഡാമേജ് ആയത് മാതിരിയാണ് താലിയം സ്കാനിൽ കാണുന്നത്. അപ്പോൾ ആ രോഗിക്ക് ഇപ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്യുകയാണെങ്കിലും സത്യത്തിൽ നമ്മൾ ഒരു ബ്ലോക്ക് നീക്കം ചെയ്യുന്നതിൽ മാത്രമേ രോഗിക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടുന്നുള്ളൂ. മറ്റേതൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേത് ചെയ്തിട്ട് ആ ഭാഗം ഡെഡാണ്. അപ്പോൾ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ആ രോഗിക്ക് നമ്മൾ ഈ ബൈപ്പാസ് എന്നുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഇമ്മീഡിയറ്റ്ലി മാറി. കാരണം വെച്ചാൽ കുറച്ചും കൂടി ലോവർ മോബിലിറ്റിയും റിസ്കുമായിട്ട് സെയിം ഗുണം, സെയിം എഫക്റ്റ് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിൽ കിട്ടും. അത് മാത്രം. അപ്പോൾ ബൈപ്പാസിന് ആവശ്യമില്ല. സാർ, ഇപ്പോൾ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ ബൈപ്പാസ് സർജറി ചെയ്യണം? സാധാരണ ഒരു 70% കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 70% മേലെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ ബ്ലോക്ക് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുള്ള ഒരു ബ്ലോക്കാണ്. 50 to 70%. ഇപ്പോൾ നമ്മൾ ഒരു മൾട്ടിവെസൽ 4 ബ്ലോക്കുള്ള രോഗിയിൽ അത് 3 ടൈറ്റാണ്, 4ാമത്തത് ഒരു 60% ആണെങ്കിൽ ആ കേസിൽ നമ്മൾ ബൈപ്പാസ് ചെയ്യുമ്പോൾ ആ ബ്ലോക്കും കൂടെ ചെയ്യും, ബൈപ്പാസ് ചെയ്യും. പക്ഷേ ഒരു സിംഗിൾ 60% ബ്ലോക്ക് ആണെങ്കിൽ അതിൽ ജസ്റ്റ് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. അത് വെച്ചാൽ 70% താഴെയാണെങ്കിൽ ഒറ്റ ബ്ലോക്ക് ആണെങ്കിൽ യൂഷ്വലി അത് രോഗീനെ അങ്ങനെ ഒരു ക്രൈസിസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാണല്ലോ ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അതുപോലെ തന്നെ ഇപ്പോൾ രക്തക്കട്ടകൾ അടിഞ്ഞു കൂടിയിട്ടും ഉണ്ടാവും. ഈ രക്തക്കട്ടകൾ അരിച്ച് കളയാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ കൊഴുപ്പ് അരിച്ച് കളയാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? കൊഴുപ്പ് അങ്ങനെ അലിച്ച് കളയാനുള്ള മരുന്നുകളില്ല. ഇപ്പോൾ ഈ
കൊളസ്ട്രോൾ കുറക്കാനുള്ള സ്റ്റാറ്റിൻസും അങ്ങനത്തെ മരുന്നുകളുണ്ട്. പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കൊഴുപ്പ് അങ്ങനെ ബ്ലഡ് അലിയിച്ചെടുക്കുന്ന മാതിരി അങ്ങനെ ഒരു ക്വിക്കായിട്ടൊരു എഫക്റ്റ് കാണില്ല. കൊഴുപ്പ് വളരെ ഏർലി സ്റ്റേജിൽ ആണ് അത് എന്താ പറയുക, ആ പ്ലാക്ക് ഹാർഡ് അല്ലാത്തൊരു കണ്ടീഷനിലാണെങ്കിൽ പല കേസിൽ ഇപ്പോൾ വളരെ ഹൈ ഡോസ് സ്റ്റാറ്റിനൊക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ചൊന്ന് റിഗ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നേരത്തെ ഉണ്ടായ ബ്ലോക്കിനായിട്ടും കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൊഴുപ്പ് ക്ലോട്ട് മാതിരി അലിയിച്ചെടുക്കുന്ന മാതിരി കൊഴുപ്പ് അലിയിച്ചെടുക്കാൻ അതേപോലെ ഇപ്പോൾ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ കാൽസ്യം ഇത് വന്ന് അടിഞ്ഞു കൂടി പ്ലേക്ക് ഉണ്ടാവും. നോർമലി നമ്മളൊരു രക്തക്കുഴലിൻ്റെ അകത്ത് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഈ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്, അതായത് അത് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അതെ, ഈ ശരീരത്തിൽ പല സ്ഥലത്ത് ഈ ലാമിനാർ ഫ്ലോ അല്ലാതെ ബ്ലഡ് ഇങ്ങനെ എന്താ പറയുക സ്മൂത്ത് അല്ലാത്ത മാതിരി ഫ്ലോ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ സാധാരണ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലത്താണ് കൂടുതലായിട്ട് ഇതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വരാം. അപ്പോൾ ടർബുലൻസ്, അതായത് ഈ സ്മൂത്ത് ഫ്ലോ അല്ലാത്ത ബ്ലഡ് ഫ്ലോ വരുമ്പോൾ ടർബുലൻസ് വരുമ്പോൾ എപ്പോഴും കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്ലാക്കിന്റെ മേലെ എപ്പോഴും ആ ഒരു കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ ഇതും അരിച്ചു കളയാൻ ഈ കാൽസ്യം ലവണങ്ങൾ മാറ്റാൻ വല്ല മാർഗമുണ്ടോ? ഒരു മാർഗം അത് ഇപ്പോൾ ഈ ശരിക്ക് നമ്മളിപ്പോൾ ഈ ആൻജിയോ പ്ലാസ്റ്റിയെല്ലാം ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്നത്? ആൻജിയോപ്ലാസ്റ്റിയിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത്, അപ്പോൾ അത് യൂഷ്വലി ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിലത്തെ ലെയറിൻ്റെ അകത്ത് അവിടെ ഈ കൊളസ്ട്രോൾ വന്നിട്ട് കൂടിയിട്ട് അത് പിന്നീട് അതിൽ സെക്കൻഡറി ചേഞ്ചസ് വന്നിട്ട് അത് ഹാർഡാവാനും ഒരു കല്ല് മാതിരി ആവാനും കാൽസിഫൈ ആവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലേക്ക് വന്ന് അടിഞ്ഞു നിൽക്കുന്ന കൊളസ്ട്രോളിനെ പുറത്തേക്ക് തള്ളാം. അത് പുറത്തേക്കൊന്ന് ബലൂൺ വെച്ചിട്ടൊന്ന് പുഷ് ചെയ്തിട്ട് ഈ ഉള്ളിലത്തെ ചാനൽ നോർമലാക്കിയെടുക്കാം. എന്നിട്ട് ഈ പുറത്തേക്ക് ഈ പുഷ് ചെയ്ത് വെച്ച ഈ കൊളസ്ട്രോളൊക്കെ അതേ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ, അതായത് അത് വീണ്ടും ഇങ്ങോട്ട് ചുരുങ്ങി വരാതിരിക്കാനാണ് ഈ സ്റ്റെൻറ്റ് വെക്കുന്നത്. അപ്പോൾ യൂഷ്വലി ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റിങ്ങും കോംപ്ലിമെൻ്ററി. ഈ ബലൂൺ വെച്ച് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റെൻറ്റ് വെക്കും. അത് വളരെ ചുരുക്കം കേസസിലാണ് സ്റ്റെൻറ്റ് വെക്കാതെ ജസ്റ്റ് ബലൂൺ മാത്രം വെച്ചിട്ടൊന്ന്. എന്തുകൊണ്ട് ഈ സ്റ്റെൻറ്റ് വെക്കാണ്ടിരിക്കാൻ കാരണം എന്താ? ചില കേസസിൽ അത് ചില സിറ്റുവേഷൻസിൽ സ്റ്റെൻറ്റ് വെക്കുന്നത് കൊണ്ട് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ വല്ല കണ്ടീഷനാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3 രക്തക്കുഴലിന് ബ്ലോക്കുള്ളൊരു പേഷ്യൻറ്റ് ഒരു വളരെ ഏർലി സ്റ്റാർട്ടിങ് അറ്റാക്കായിട്ട് വരുന്നൊരു സിറ്റുവേഷനിലാണെങ്കിൽ ആ അറ്റാക്കിൻ്റെ രക്തക്കുഴൽ മാത്രം ബലൂൺ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വിതിൻ 2-3 ഡേയ്സ് അധികം താമസിക്കാതെ തന്നെ ബൈപ്പാസിന് പോവാം. തൽക്കാലത്തേക്ക് മാത്രം. അതെ, പക്ഷെ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ അറ്റാക്കിന്റെ തീവ്രത കുറക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ജസ്റ്റ് ടെമ്പററി എഫക്റ്റ് ആണ് ഈ ബലൂൺ മാത്രം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബലൂൺ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യാനുള്ളൊരു താൽക്കാലിക ഇത് മാത്രം അല്ലേ? തൽക്കാലത്തേക്ക് അങ്ങോട്ട് രക്തോട്ടം പുനഃസ്ഥാപിക്കുന്നു, അടുത്ത പേശികളെ മരിക്കാണ്ട് രക്ഷപ്പെടുന്നു അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ സാർ പറയുന്നിട്ടുണ്ട് ഇപ്പൊ മെഡിക്കേറ്റഡ് സ്റ്റെന്റ് എന്നെല്ലാം പറയുന്നുണ്ട്. എന്താണ് ഈ മെഡിക്കേറ്റഡ് സ്റ്റെന്റ്? നമ്മളിപ്പോ ശരീരത്ത് മുറിഞ്ഞാല് അത് ഉണങ്ങി വരുമ്പോൾ ചില കൂട്ടർക്ക് വളരെ തിൻ സ്കാറാണ്, ചില കൂട്ടർക്ക് വളരെ വലിയ പാടുണ്ടാവും. അതേമാതിരി ഈ രക്തക്കുഴലിന്റെ അകത്തും ഇത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെൻറ്റിൻ്റെ മേലെ ടിഷ്യൂസ് വന്ന് കവർ ചെയ്ത് വരും. അപ്പോൾ അതിൻ്റെ ഓവർ ഗ്രോത്ത് വരുമ്പോഴാണ് ഈ സ്റ്റെൻറ്റിൻ്റെ ഉള്ളിൽ വീണ്ടും ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെൻറ്റിൻ്റെ അകത്ത് രണ്ടാമത് ബ്ലോക്ക് വരാനുള്ളൊരു ചാൻസ് കുറക്കുന്നതാണ് ഈ മെഡിക്കേറ്റഡ് സ്റ്റെൻസ്. അപ്പോൾ ഈ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഉള്ളിലത്തെ ഈ ന്യോ ഇൻറ്റിമ എന്ന് പറയും, അത് ആക്ച്വലി ഈ സ്റ്റെൻറ്റിൻ്റെ മേലെ കവർ ചെയ്തിട്ട് ഗ്രോ ചെയ്തിട്ട് അതിൻ്റെ സർഫസ് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ന്യോ ഇൻറ്റിമ ഫോർമേഷൻ കുറക്കുന്നതാണ് ഈ മെഡിസിൻസിൻ്റെ എഫക്റ്റ്, മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റിൻ്റെ എഫക്റ്റ്. ഇപ്പം നമ്മുടെ ഈ 70% മേലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ 3 അതിലധികം ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്യണമെന്നുണ്ട്. ശരിക്കും എന്താണ് ഈ ബൈപ്പാസ് സർജറി ചെയ്യുന്നത്? ബൈപ്പാസ് സർജറി ബേസിക്കലി നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെർട്ടാണ്. അതെ, അതിൽ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ രക്തക്കുഴല് ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് രക്തോട്ടം പുനഃസ്ഥാപിക്കുന്നു. ഒരു റോഡ് ബ്ലോക്ക് ആണെങ്കിൽ ഒരു കട്ട് റോഡിലേക്ക് കൂടി വാഹനങ്ങൾ എത്തുന്ന ഇത് ഒരു ആൾട്ടർനേറ്റീവ് റൂട്ട് ആക്കി കൊടുക്കുന്നത്. അത് വേറൊരു രക്തക്കുഴൽ വെച്ചിട്ട് ഈ രക്തചംക്രമണം പുനഃസ്ഥാപിക്കുന്നു. അതെ,
ഇതാണ് ബൈപ്പാസ് ചെയ്യുന്നത്. ബൈപ്പാസ് അതാണ്. അപ്പോൾ ഈ പുനഃസ്ഥാപിക്കാനുള്ള ഈ രക്തക്കുഴൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എവിടെ നിന്ന് എടുക്കും? ആർട്ടീരിയൽ ഗ്രാഫ്റ്റ്സ്, അതായത് നമ്മൾ രക്തധമനികൾ തന്നെ, നെഞ്ചിൻ്റെ ഉള്ളിൽ മെമ്മറി, ഇന്റേണൽ മെമ്മറി ആർട്ടറി ഉണ്ട്. അത് അടുത്ത വശത്ത് വലത്ത് വശത്ത് ഓരോന്നുണ്ട്. അടുത്ത വശത്ത് ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ കേസിലും യൂസ് ചെയ്യുന്നതാണ് ഈ ലെഫ്റ്റ് ഇന്റേണൽ മെമ്മറി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക് എല്ലാ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലൈഫ് ത്രെട്ട് കുറക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ലെഫ്റ്റ് ഇന്റേണൽ മെമ്മറി. നമ്മൾ ഹാർട്ടിൻ്റെ മുൻവശത്ത് വരുന്ന ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ ഈ ധമനി, അതിലേക്ക് കൊടുക്കുവാണെങ്കിൽ, നല്ല ഫ്ലോ കിട്ടുവാണെങ്കിൽ ലോങ് ടേമിൽ ഏറ്റവും സഹായകരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതാണ്. അതുകൂടാതെ പിന്നെ ഈ കയ്യിൽ വരുന്ന ഈ റേഡിയൽ ആർട്ടറി എടുക്കാം കൂടുതലും. പിന്നെ മറ്റ് വേൾഡ് വൈഡ് ഇപ്പോഴും കൂടുതൽ കാലിന് ഈ സെഫിനസ് വെയിൻ ആണ്, അതായത് രക്തസീറ എന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് ഈ മാമറി ഗ്ലാൻഡിലേക്ക് മെമ്മറി, ലെഫ്റ്റ് ഇന്റേണൽ മെമ്മറി ടു LAD ആണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് കൊണ്ട് പിന്നെ എന്തിനു കാലിൻ്റെ എടുക്കുന്നു? അത് നമുക്ക് എല്ലാ രക്തക്കുഴലിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അത്ര വലുപ്പം കുറവായതുകൊണ്ടോ? വലുപ്പമല്ല, അതിനൊരു ലെങ്ത് ഉണ്ട്. അതെ, ലെങ്ത് കുറവാണ്. ലെങ്ത് കുറവെന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിൽ വരുന്ന ചിലപ്പോൾ 2-3 ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിലേക്ക് വരുന്നതിൽ ഈ ലെഫ്റ്റ് ഇന്റേണൽ മെമ്മറി മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും കൂടെ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പേഷ്യൻസിൽ വെയിൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷേ 2 മെമ്മറി ആർട്ടറിയും നമ്മൾ ബൈപ്പാസിന് എടുക്കുമ്പോൾ ഈ ബോണിൻ്റെ ഹീലിംഗ് കുറച്ച് എഫക്റ്റഡ് ആവാൻ സാധ്യത വൈകും. അതെ സാർ, അത് അവിടെ നിന്ന് ഇപ്പം മെമ്മറി ഇതെടുത്ത് നമ്മൾ ആർട്ടറി അവിടെ നിന്ന് എടുത്താൽ അതിനെ കൊണ്ട് വല്ല സൈഡ് എഫക്റ്റ് വരാൻ സാധ്യതയുണ്ടോ? ഇത് ഈ മെമ്മറി ഗ്ലാൻഡിലേക്കുള്ള ഇല്ല. അതിൽ ആക്ച്വലി മെമ്മറി ആർട്ടറി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കൂടുതലും ജസ്റ്റ് ഈ ചെസ്റ്റ് വാളിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ല, അത് ധാരാളം മറ്റ് കണക്ഷൻസ് വരും അവിടത്തേക്ക് സപ്ലൈ. ഈ നമ്മളെ ഈ ബ്രസ്റ്റ് ബോൺ എന്ന് പറയുന്ന മുൻവശത്തുള്ള എല്ലിന്റെ ഹീലിംഗ് മാത്രമാണ് പ്രശ്നമുള്ളത്. പ്രശ്നം ഉണ്ടാവുന്നത്, ബാക്കിയെല്ലാം സാധാരണ പോലെ. അതുപോലെ ഇപ്പം സാറ് പറഞ്ഞു കാലിലേക്കുള്ള വെയിൻ എടുത്താൽ അവിടെ രക്തോട്ടം പിന്നെ എങ്ങനെ പുനഃസ്ഥാപിക്കും? അത് സാധാരണഗതിയിൽ വളർന്നു വരും. അത് കാലിൽ ഒരുപാട് വെയിൻസ് ഉണ്ട്, ബാക്കി വെയിൻസ് അവിടുന്ന് എടുത്തോളും അല്ലേ? അതിന്റെ ധർമ്മം മറ്റുള്ള വെയിനുകൾ നിർവഹിക്കും, കയ്യിലാണെങ്കിൽ നിർവഹിക്കും. അത് ചുരുക്കം പേര് മാത്രം ഓപ്പറേഷൻ കഴിഞ്ഞാലും നമുക്ക് ഇടക്ക് കാലില്, പ്രത്യേകിച്ച് കുറെ നേരം കാലിങ്ങനെ താത്തി വെച്ച് ഇരിക്കുന്ന കൂട്ടർക്ക് കാലിൽ ചെറിയൊരു സ്വെല്ലിങ് മാതിരി, പാദത്തിൻ്റെയും മുട്ടിൻ്റെ താഴെ ചെറിയൊരു വീക്കം മാതിരി ഉണ്ടാവാറുണ്ട്. ഈ ഗ്രാഫ്റ്റ് ചെയ്ത സ്ഥലത്ത്, ഈ ബൈപ്പാസ് ചെയ്ത സ്ഥലത്ത് പിന്നീട് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ടോ? യെസ്, അത് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അത് വെയിൻ യൂസ് ചെയ്യുമ്പോൾ സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. ആക്ച്വലി ലോങ് ടേമിൽ വെയിൻ, നമ്മൾ ഈ സെഫിനസ് വെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ലോങ് ടേമിൽ അതിലും പിന്നീട് പതുക്കെ വന്ന് ഈ കൊളസ്ട്രോളൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് ബ്ലോക്കുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്യുന്ന രക്തക്കുഴൽ തന്നെ വളരെ ഡിഫ്യൂസായിട്ട് ഇൻവോൾവ് ആണ്. ഇപ്പോൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്ത് രക്തക്കുഴലാണെങ്കിൽ അങ്ങനത്തെ കേസിൽ ബ്ലോക്ക് വരാനുള്ള ചാൻസ് കൂടും. പക്ഷെ അങ്ങനെ ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും? പിന്നെ വെച്ച സ്ഥലത്തും ബൈപ്പാസ് ചെയ്ത സ്ഥലത്തും ബ്ലോക്ക് വന്നാൽ അത് ആടെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ ഒരു ബ്ലോക്ക് മാത്രം, ഒരു ഗ്രാഫ്റ്റ് മാത്രം അടഞ്ഞു പോകുന്ന കേസാണെങ്കിൽ പലപ്പോഴും രണ്ടാമത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. അവിടെ ചെയ്യാൻ പറ്റും. റെയറായിട്ട് ഇപ്പോൾ സെക്കൻഡ് ബൈപ്പാസ്, ഇപ്പോൾ നമ്മളെ മുൻ പ്രധാനമന്ത്രി തന്നെ ഒരു എക്സാമ്പിളാണ് സെക്കൻഡ് ബൈപ്പാസ് ചെയ്യുന്നത്. അത് പോസിബിൾ ആണ്. എല്ലാ കേസിലും അങ്ങനെ നമുക്ക് ഒരിക്കൽ ചെയ്ത് വീണ്ടും ബ്ലോക്ക് ആയതിൽ പിന്നെ ട്രീറ്റ്മെന്റ് ഇല്ലാന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അപ്പൊ ആ സമയത്ത് അത് മാറ്റി സ്ഥാപിക്കുമോ? നമ്മൾ നേരത്തെ വെച്ച ഇതുണ്ടോ, കണക്ഷൻ ഉണ്ടല്ലോ, അത് മാറ്റി പുതിയ സ്ഥാപിക്കലാണോ? അല്ലല്ല, യൂഷ്വലി നമ്മൾ അതിന്റെ തൊട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം ക്ലിയർ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് പുതിയ കണക്ഷൻ. ഇതിപ്പോ ഓൾറെഡി ബ്ലോക്ക് ആയിട്ട് പഴയ ഗ്രാഫ്റ്റ് പിടിപ്പിച്ച സ്ഥലത്ത് നിന്ന് അത് ഇളക്കിയെടുത്തിട്ട് വീണ്ടും അവിടെ കൊടുക്കുന്നത് ആവില്ല. അപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് കണക്ഷൻ കൊടുക്കും, അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ പുനഃസ്ഥാപിക്കും, അത് അങ്ങനെ കിടക്കും. സാർ, ഈ ബീറ്റിംഗ് ഹാർട്ട് സർജറി എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ബീറ്റിംഗ് ഹാർട്ട് സർജറി? അല്ല, ഈ ബൈപ്പാസ്, അതായത് ഈ ഹാർട്ട് അറ്റാക്കും ഈ ഹൃദയധമനിൻ്റെ ബ്ലോക്കുകൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷനാണ്. കൺവെൻഷനലായിട്ട് ഇപ്പോൾ ലോകമെമ്പാടും ഏറ്റവും കൂടുതലായി ചെയ്യുന്ന ഇപ്പോഴും പമ്പിലാണ്. അതായത് ഹാർട്ട് മെഷീൻ ഉപയോഗിച്ചിട്ട് ഹാർട്ടും ലങ്സും ഒക്കെ ഓപ്പറേഷൻ സമയത്ത് നിർത്തി വെക്കാം. എന്നിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു
മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു ഫീൽഡിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ബീറ്റിംഗ് ഹാർട്ടിന്റെ ഇതിൽ അങ്ങനെയല്ല, അത് ഹാർട്ട് നിർത്തിവെക്കാതെ മിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സർജറി അതെ, അതിന് കുറച്ച് ഈ സ്റ്റെബിലൈസേഴ്സും മറ്റ് എക്വിപ്മെന്റും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് എവിടെ എല്ലായിടത്തും ചെയ്യുന്നതാണ്, ഇവൻ പരിഹാരത്തും ഒക്കെ ചെയ്യുന്നതാണ്. ബീറ്റിംഗ് ഹാർട്ട് ബേസിക്കലി ഹാർട്ട് നിർത്തിവെക്കാതെ ഹാർട്ട് ലങ് മെഷീൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഹാർട്ട് ലങ് മെഷീൻ യൂസ് ചെയ്യുന്നതിന്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്തൊക്കെയാണ് ഈ മെഷീൻ ഉപയോഗിച്ചാൽ കോംപ്ലിക്കേഷൻസ്? ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിക്കുന്നതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് ഒരു നോർമൽ ബോഡീന്റെ ഒരു സർഫസ് അല്ല ഈ ഇതിന്റെ മെഷീന്റെ അകത്ത്. അപ്പോൾ ബ്ലഡ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ക്ലോട്ടിംഗിന്റെ മെക്കാനിസം ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റ് ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരുപാട് ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതായത് ബ്ലഡിൻ്റെ കോമ്പസിഷനിൽ. അപ്പോൾ അത് കാരണം ഇൻഫെക്ഷൻ്റെ ഒരു ചാൻസ് കൂടുന്നുണ്ട്. മറ്റ് ഇപ്പോൾ കിഡ്നീൻ്റെ ചെറിയ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കുറേ കൂടി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പം പണ്ടത്തെ മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പം കൂടുതൽ നടക്കുന്നത് ബീറ്റിംഗ് ഹാർട്ട് സർജറിയാണ്. അല്ല, ചില കേസുകൾ അത് ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്, അതിൻ്റെ ദോഷങ്ങളുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ ബെനിഫിറ്റ്സ് ഏതാണ്, ബീറ്റിംഗ് ഹാർട്ട് സർജറി ആണോ മറ്റേ ഹാർട്ട് ലങ് മെഷീൻ? ബീറ്റിംഗ് ഹാർട്ടിൽ മറ്റ് അവയവങ്ങൾക്ക് നല്ലതാണ്, പക്ഷേ അനാസ്റ്റമോസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ വെയിനോ അല്ലെങ്കിൽ മെമ്മറി ആർട്ടറി എടുത്തിട്ട് ഹാർട്ടിന്റെ ഈ രക്തക്കുഴലിലേക്ക് കണക്ട് ചെയ്യുന്നത് നമുക്ക് മൂവ്മെന്റ് ഇല്ലാതെ ബ്ലഡ് ഇല്ലാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണെങ്കിൽ അനാസ്റ്റമോസിസിന്റെ പെർഫെക്ഷൻ ബെറ്റർ ആവും. അപ്പോൾ ഹാർട്ടിന് പലപ്പോഴും ലോങ് ടേമിൽ ബീറ്റിംഗ് ഹാർട്ടിനെക്കാട്ടും ബെറ്റർ പക്ഷേ മറ്റുള്ള അവയവങ്ങൾ നോക്കുമ്പോൾ ഇതാണ് നല്ലത്. അതെ, ഇതിന് വിജയ സാധ്യത ഏതിനാണ് കൂടുതൽ, ഈ ഇതിനാണോ മറ്റേതിനാണോ? ബീറ്റിംഗ് ഹാർട്ട് സർജറി ആണോ അല്ല? അത് ഏകദേശം ഇപ്പൊ നല്ലൊരു സെന്റർ നല്ലൊരു സർജൻ ആണെങ്കിൽ രണ്ടിലും ഏകദേശം സെയിം തന്നെയാണ്, ഒരേ സാധ്യത തന്നെയാണ്. അത് ഇപ്പോൾ വളരെ ഡിഫ്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു പൈപ്പ് ആലോചിക്കുമ്പോൾ അത് പൈപ്പിന്റെ മുഴുവൻ ലെങ്ത്തിൽ ഉള്ളിൽ ഇങ്ങനെ തുരുമ്പിടിച്ച് നിൽക്കുന്നതാണ് എന്ന് ആലോചിക്കുക. അതേമാതിരി രക്തക്കുഴലും ത്രൂ ഔട്ട് ഇങ്ങനെ ഇൻവോൾവ് ആണെങ്കിൽ അങ്ങനത്തെ കേസിൽ നമ്മൾ കഴിയുന്നതും നല്ലൊരു പെർഫെക്റ്റ് അനാസ്റ്റമോസിസ് ചെയ്യണം എന്നാണ് അത് കൂടുതലും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസാണെങ്കിൽ ഹാർട്ട് ലങ് മെഷീൻ യൂസ് ചെയ്ത് ഹാർട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്തായിരിക്കും പലപ്പോഴും ഹാർട്ടിന് ലോങ് ടേമിൽ ബെറ്റർ. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ സാറിന്റെ ഇപ്പോൾ ഏതൊക്കെ ഇത് നടക്കുന്നുണ്ട് ഇവിടെ? പരിയാരത്ത് ബീറ്റിംഗ് ഹാർട്ടും ചെയ്യുന്നുണ്ട്, മറ്റേതും ചെയ്യുന്നുണ്ട്. പമ്പ് വെച്ച് മീൻസ് ഈ ഹാർട്ട് ലങ് മെഷീൻ വെച്ച് മറ്റേ സന്ദർഭത്തിന് അത് ഓരോ കേസായിട്ട് ഇപ്പോൾ കേസ് ടു കേസ് ആയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ കേസിന് ഇപ്പോൾ ബീറ്റിംഗ് ഹാർട്ട് ബെറ്റർ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ഹാർട്ട് ലങ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. സാർ ഇപ്പോൾ പെട്ടെന്നൊരു ഇതെല്ലാം വന്ന് ഇപ്പം സർജറി വേണമെന്നെല്ലാം പറയുന്ന കേസ് വരുന്നുണ്ട്. ഏത് സന്ദർഭത്തിലാണ് പെട്ടെന്ന് ബൈപ്പാസ് സർജറി വേണമെന്നെല്ലാം പറയുന്ന അവസ്ഥ വരുന്നത്? അത് പേഷ്യൻറ്റിന് സിംറ്റംസ് ഇല്ലാത്ത സന്ദർഭം ഏതാണെന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റ് ലെഫ്റ്റ് മെയിൻ, അതായത് അടുത്ത വശത്ത് ഒരു ഹാർട്ടിൻ്റെ മെയിൻ രക്തക്കുഴലാണ് ലെഫ്റ്റ് മെയിൻ എന്ന് പറയുന്നത്. അത് അയോട്ടേൻ്റെ ചോട്ടിൽ വന്നിട്ട് അത് രണ്ടായിട്ട് തിരിയും. ഒന്ന് ഹാർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, രണ്ടാമത്തത് ഹാർട്ടിൻ്റെ പുറവശത്തേക്ക് സർക്കംഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് മെയിനിൽ വളരെ ടൈറ്റ് ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുവാണെങ്കിൽ ഹാർട്ട് അതോടെ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഹാർട്ട് ആ കേസിൽ ആ സിറ്റുവേഷനിൽ നിന്ന് പോവാണെങ്കിൽ പലപ്പോഴും രോഗി ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കേസിൽ രോഗിക്ക് യാതൊരു ലക്ഷണവും ഇല്ല, പലപ്പോഴും വേറെ എന്തെങ്കിലും ഒന്ന് ചെക്കപ്പിന് വരുമ്പോഴാണ് ECGയിൽ ചെറിയ മാറ്റം കണ്ടിട്ട് റെഫർ ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ പക്ഷേ കഴിയുന്നതും ഇപ്പോൾ പേഷ്യൻ്റ് വില്ലിംഗ് ആണെങ്കിൽ കാത്ത് ലാബിൽ നിന്ന് നേരെ തിയേറ്ററിലേക്ക് പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്ററാണ്. അത് ബെറ്ററാണ്. കാരണം വെച്ചാൽ ആ രോഗി സപ്പോസ് ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ICUലേക്ക് മാറ്റി 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഹോസ്പിറ്റലിന്റെ സൈഡിലും പേഷ്യന്റിന്റെ ഫാമിലിന്റെ സൈഡിലും അത്രയും വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി അങ്ങനത്തെ കേസിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് സാധാരണ അഡ്വൈസ് ചെയ്യുക. അങ്ങനെയുള്ള കേസുകൾ പരിഹാരത്തെല്ലാം വന്നിട്ടുണ്ടോ? നിരവധി വന്നിട്ടുണ്ട് സാർ. ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലുണ്ടായ കേസ്, ഒരു 27 വയസ്സായ ഒരു പയ്യൻ മർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യണം, നാട്ടിൽ വന്നതാണ്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് പെട്ടെന്ന് നെഞ്ചു വീണു വന്നു, അവിടെ തന്നെ കുഴഞ്ഞു വീണു, മരിച്ചു. ഈ 27 വയസ്സിൽ ഇങ്ങനെ വരാൻ എന്താണ് അതിൻ്റെ കാരണം? ഇത്രയും സഡൻ ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നത് അധികം നമ്മൾ 2 കോസസ് ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യാം. ഒന്ന് ഇപ്പോൾ ഈ ലെഫ്റ്റ് മെയിൻ ഇത് വന്നിട്ട്
ഒരു മേജർ അറ്റാക്കായി ഇപ്പം പറഞ്ഞത്. ലെഫ്റ്റ് മെയിൻ ഇതിൽ ബ്ലോക്കായിട്ട് ഒരു മേജർ അറ്റാക്കായി ഹാർട്ട് അതോടെ നിന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമുക്ക് ഈ ഹാർട്ടിൻ്റെ ഇടിപ്പ് കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഈ രക്തക്കുഴലിൻ്റെ നമുക്കൊരു ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്ലംബിംഗ് ആയിട്ട് പമ്പിങ്. അതായത് ബ്ലഡ് ഫ്ലോ. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ. ഓക്കെ, അപ്പോൾ ഈ രക്തോട്ടത്തിൻ്റെ നമുക്കൊരു ബിൽഡിംഗ് മാതിരി കൺസിഡർ ചെയ്യാം. അതേമാതിരി ഇപ്പോൾ ഹാർട്ടിൻ്റെ ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത് വേറൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ ഹാർട്ട് ബീറ്റിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ ചിലപ്പോൾ ഇതേമാതിരി പെട്ടെന്ന് കുഴഞ്ഞു വീഴാം. അതായത് ഈ ഇലക്ട്രിക്കൽ എനർജി കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതെ, ആ കറണ്ട് നിന്ന് പോകും. അതെ, അത് നിന്ന് പോകാനുള്ള കാരണം എന്താ? അത് ഇപ്പോൾ ജന്മന ഉണ്ടാവുന്ന ചില ഈ ഹാർട്ട് ബ്ലോക്കും കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ രക്തോട്ടത്തിൻ്റെത് ബ്ലോക്ക് എന്ന് പറയും. പക്ഷെ അതേമാതിരി ഈ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതിലെന്ന് വെച്ചാൽ നമ്മുടെ മുകളിലത്തെ അറിയുന്ന ഹാർട്ട് ബീറ്റ് ആ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് താഴത്തെ പമ്പിംഗ് ചേമ്പറിലേക്ക് എത്തുന്നില്ല. ഈ പേസ് മേക്കർ എന്ന് പറയുന്ന സംഭവം, അതായത് എസ് ഐ നോഡാണ് ഹാർട്ടിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കറണ്ടിന്റെ ഉൽപാദനം നിന്ന് പോയാലും ഹൃദയം നിൽക്കാം. അതെ, ഒന്നിക്കലും അത് അവിടുന്ന് ഉൽപാദനം നിന്ന് പോവാണെങ്കിൽ അത് പ്രോബ്ലം ആണ്. അതേമാതിരി ഇപ്പോൾ അത് താഴോട്ട് പോകുന്ന വഴിയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും കംപ്ലീറ്റ് കട്ട് ഓഫ് ആയി പോലെ കാരണം അത് യൂഷ്വലി ഈ കണ്ടക്ഷൻ ബണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നതാണ്. അത് അറ്റാക്കിൻ്റെ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അതായത് റിതം എറിത്മിയാസ് ഒക്കെ, അതായത് ഇടിപ്പിൻ്റെ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഇപ്പോൾ വേറെ ഒരു ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ കണ്ടക്ഷൻ ബണ്ടിൽ ഡീജനറേഷൻ, അതായത് പതുക്കെ ഇതിന്റെ ഫംഗ്ഷൻ കുറയുന്ന. പക്ഷെ അങ്ങനെ ഫംഗ്ഷൻ കുറഞ്ഞു വരുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കൂലേ? പലപ്പോഴും അത് വളരെ വേഗമായിട്ട് ഒരു വ്യക്തമായിട്ട് അങ്ങനെ ഒരു പറയാനായിട്ടുള്ള ഒരു സിംറ്റംസ് ആയിരിക്കില്ല. ജസ്റ്റ് ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ക്ഷീണം മാതിരി ഉണ്ടാവാം. വളരെ ഒബ്സർവൻ്റ് ആൾക്കാരാണെങ്കിൽ അവർ ഈ ഇടുപ്പിൻ്റെ ഒരു വേരിയേഷൻ വരുന്നത് ചിലപ്പം ശ്രദ്ധിക്കണമെന്നില്ല. അത് പക്ഷേ എപ്പോഴും ഈ രോഗി അതിനെക്കുറിച്ച് അവെയർ ആവണമെന്നില്ല. രോഗം ഉണ്ടെങ്കിലും രോഗി അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അവയർനെസ് ഇല്ലെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചൊന്നും പറയില്ല. അപ്പോൾ ശരിക്കും ഇപ്പം ഡോക്ടർ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞാൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ സെക്കൻഡ്. ഹലോ ആരാ വിളിക്കുന്നത്? ഞാനിവിടെ കരുവഞ്ചാലിൽ നിന്ന് വിളിക്കുന്നതാണേ. ഡോക്ടർ ചോദിച്ചോളൂ. നമ്മുടെ ഈ ഇട സൈഡിലേ ഹൃദയഭാഗത്ത് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ വേദന ഉണ്ട്. അതിപ്പോ അതെന്തിന്റെയാണെന്ന് അറിയാൻ വേണ്ടായിരുന്നു. നെഞ്ഞിന്റെ അടുത്ത വശത്താണോ? അതെ അതെ. എന്ത് ചെയ്യുമ്പോഴാണ് ഈ വേദന ഉണ്ടാവുന്നത്? ഇടയ്ക്ക് ഇങ്ങനെ തന്നെ വരുന്ന. അത് പ്രത്യേക സാഹചര്യമോ സമയമോ അങ്ങനെയൊന്നും വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് അങ്ങനെ വരും ഇടയ്ക്ക്. അപ്പൊ ഇടിച്ചു കഴിയുമ്പോ അവിടെ ഒരു ചെറിയ തരിപ്പ് പോലെ ഉണ്ടാവും. അത് ഹൃദയത്തിന്റെ പ്രശ്നമാവാനുള്ള ഒരു സാധ്യത കുറവാണ്. ഇപ്പൊ പറയുന്ന ലക്ഷണമാണ് മിക്കവാറും എന്തെങ്കിലും ചെറിയൊരു ഉളുക്കോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം, മസിൽസോ അല്ലെങ്കിൽ അവിടുത്തെ എല്ല് വാരിയെല്ലായിട്ട് ബന്ധപ്പെട്ട സംഗതി ആവാനാണ് സാധ്യത. ഈ ഹാർട്ടിന്റെ ഇപ്പൊ രക്തോട്ടത്തിന്റെ പ്രത്യേകിച്ച് കൂടുതൽ നമുക്ക് വേദന വരുന്നത് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട്. അതായത് കുറച്ച് സ്ട്രെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ. ഓക്കെ, അത് ഈ പറഞ്ഞ മാതിരത്താണെങ്കിൽ പലപ്പോഴും ഹാർട്ടിന്റെ ആവണമെന്നില്ല. ഹാർട്ടിന്റെ ആണെന്നൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. അതിപ്പോ അത് അറിയണമെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഒരു TMT, അതായത് ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ മെഷീൻ്റെ മേലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ECG മോണിറ്റർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ അതിൽ ഈ TMT പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ കൂടെ എക്കോവും കൂടി ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു സാർ. നമ്മൾ പറഞ്ഞു ഇപ്പോൾ എല്ലാ പരിശോധനയും കഴിഞ്ഞു, എല്ലാം ഓക്കെ എന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കുഴഞ്ഞുകൂടി മരിച്ച അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ ഇടുപ്പിൻ്റെത് പ്രത്യേകിച്ച് പെറോക്സിസ്മലായിട്ട്, അതായത് ചിലപ്പോൾ വന്നാൽ ഒരു 10-15 മിനിറ്റോ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ അത് പിന്നെയും നോർമലിലേക്ക് റിവേർട്ട് ചെയ്യും. അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരു അബ്നോർമാലിറ്റി, അതായത് ഒരു മാറ്റമാണെങ്കിൽ അത് നമ്മൾ ഏത് സമയത്തും ചെക്ക് ചെയ്താലും അറിയാൻ പറ്റും. മറ്റ് സംഗതികൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ TMT എന്ന് പറഞ്ഞ ട്രെഡ്മിൽ ടെസ്റ്റ്. ഹലോ
ഹലോ, ആരാ വിളിക്കുന്നത്? ഞാൻ വെക്കളത്ത് മഹേഷ് എന്ന് പറഞ്ഞ ആരാ വിളിക്കുന്നത്. ചോദിച്ചോളൂ. ഡോക്ടർ പ്രസാദ് സുരേന്ദ്രനോട് ചോദിക്കാനാണ്. ഇത് എനിക്ക് ഒരു 10 വർഷം മുന്നേ ഹൃദയാഘാതം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അതിനുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 2-3 മാസത്തോളായി ഇടത് ഭാഗത്തെ കാലില് ഈ കാലിന്റെ പടത്തില് പുകച്ചില് ഉണ്ടാവുന്നു. അത് ബ്ലഡ് സർക്കുലേഷനിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണോ അല്ല ഈ മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചത് കൊണ്ടായിരിക്കും? പ്രമേഹത്തിന്റെ അസുഖമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഇവരൊക്കെ പിന്നെ ഫാസ്റ്റിംഗ് തന്നെ 110 താഴെയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഓക്കെ. അല്ല ആക്ച്വലി ഇത് രക്തോട്ടത്തിന്റെ പ്രോബ്ലം ആയിക്കൂടാന്നില്ല. മരുന്നിന്റെ എഫക്റ്റ് ആവാനുള്ള ഒരു സാധ്യത കുറവാണ്. കൂടുതൽ ഇത് നമ്മൾ ഈ പ്രമേഹത്തിന്റെ അസുഖമുള്ള കൂട്ടർ, അത് കുറേ കാലം ഷുഗറിന്റെ പ്രോബ്ലം ഉള്ള കൂട്ടറും പിന്നെ ഈ രക്തോട്ടം കുറയുന്ന ഈ കാലിലെ രക്തോട്ടം കുറയുന്ന കേസുകളിൽ കാണാറുണ്ട്. അപ്പോൾ അത് ഇടതുവശത്തെ കാലില് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഇടതുവശത്തെ കാലില് വെരിക്കോസിന്റെ വെയിനെ തടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ ഈ കംപ്രഷൻ ഷോക്സ് ഇടുന്നുണ്ട്. അതുകൊണ്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാവുമ്പോൾ വേദന ഉണ്ടാവാൻ ചാൻസ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളും ചില സമയങ്ങളിൽ, അതായത് എല്ലാ സമയങ്ങളിലും ഇല്ല, ചില സമയങ്ങളിൽ പുകച്ചുണ്ടാവുക. ഇത് വെരിക്കോസിന്റെ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്. ആക്ച്വലി വെരിക്കോസ് വെയിൻ ഉണ്ടാകുമ്പോഴും ഇതേമായിട്ട് വിഷമങ്ങൾ ഉണ്ടാവാം. അത് ഒരു കാർഡിയോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സർജനെ ഒന്ന് കാണിക്കുവാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഞാനിപ്പോ കാർഡിയോളജിക്കുള്ള ഈ ആഘാതം വന്നതിന് ശേഷം തുടർച്ചയായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടർ ആരാണ്? ഏത് ഡോക്ടറെ സാധാരണ കാണിക്കുന്നത്? ഇപ്പൊ എറണാകുളത്തുള്ള ഡോക്ടർ ജോർജ് ഈരാളിയാണ്. അതായത് ബൈപ്പാസോ പിന്നെ മറ്റുള്ള ആൻജിയോപ്ലാസ്റ്റിയോ ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ചികിത്സയാണ്. ഓക്കെ. അടുത്ത തവണ അവിടെ എപ്പോഴാണ് പോകുന്നത്, ഡോക്ടറെ കാണാൻ പോകുന്നത്? അത് 6 മാസം കൂടുമ്പോഴാണ് ചെക്കപ്പ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു 3 മാസം അത്രേ പോയതേ ഉള്ളൂ. ഓക്കെ. അത് അടുത്ത തവണ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ രക്തോട്ടത്തിന്റെ അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡോപ്ലർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാലിന്റെ ഈ രക്തക്കുഴൽ സ്കാൻ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡോപ്ലർ ചെയ്താൽ രക്തോട്ടത്തിന് വല്ല പ്രോബ്ലം ഉണ്ടോ? അത് ഞാൻ പിന്നെ ഈ ഇതിന്റെ ന്യൂറോ ഡോക്ടറെ കാണിച്ചിട്ട് ആ ടെസ്റ്റ് ചെയ്തായിരുന്നു. ഡോപ്ലർ ചെയ്തതാണ്? ഡോപ്ലർ ചെയ്തായിരുന്നു. ആ ചെയ്തതിലൊന്നും ഫാൾട്ടായിട്ടൊന്നും പറഞ്ഞില്ല. ഓക്കെ. ആ ഡോപ്ലർ നോർമൽ ആണെങ്കിൽ മിക്കവാറും ഇത് വെരിക്കോസിന്റെ പ്രോബ്ലം ആവാനാണ് സാധ്യത. പക്ഷെ വെരിക്കോസിന് നേരത്തെ ഈ രക്തം കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഷോക്സ് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോ 2-3 ആഴ്ച ഏകദേശം ഒരു മാസത്തോളം ഉപയോഗിച്ചപ്പോ ആ കട്ടയെല്ലാം അലിഞ്ഞ് അതൊക്കെ ക്ലിയർ ആയി. അതിപ്പോ ഷോക്സ് കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ആ രക്തക്കുഴൽ മാത്രം ഒന്ന് തുറന്ന് ഒരു ഇതായിട്ടുണ്ട്, കട്ടയായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ വേദനയിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഈ വേദന വെരിക്കോസിൽ ഈ വേദന വരുന്നത് ആക്ച്വലി രക്തം കട്ടപിടിച്ച് അങ്ങനെ ബ്ലോക്ക് ആവുന്നതുകൊണ്ടല്ല. ഈ വെരിക്കോസ് ഇതിൽ വേദന വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലിങ്ങനെ നമ്മൾ പലപ്പോഴും അങ്ങനെ അറിയുന്ന രീതിയിൽ ആവില്ല, പക്ഷെ കാലിൽ കുറച്ചൊരു നീര് കെട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് പാദത്തിന്റെ ഭാഗത്ത് മുട്ടിന്റെ താഴോട്ടായിട്ട്. അപ്പോൾ ആ നീര് കെട്ട് വരുമ്പോഴാണ്, ഈ സ്വെല്ലിങ് വരുമ്പോഴാണ് ഈ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആക്ച്വലി ടിഷ്യൂസിന്റെ ഉള്ളിലത്തെ പ്രഷർ കൂടും. ഓക്കെ. ഡോക്ടർ നോർമൽ ആണെങ്കിൽ രക്തോട്ടത്തിന്റെ പ്രോബ്ലം. പിന്നെ ഒരു പോയിന്റ് പറയാന്ന് ഈ ചുണ്ട് വിരലിന്റെ നഖത്തിന് പിന്നിലായിട്ടുള്ള ഭാഗങ്ങളിലാണ് ശക്തിയായിട്ടുള്ള പുകച്ചിലുണ്ടാകുന്നത്. അപ്പൊ അവര് ഈ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എല്ലാം കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് മെഡിസിൻ തന്നായിരുന്നു. പക്ഷെ ആ മെഡിസിൻ ഒന്നും വേണ്ടത്ര ഫലം ചെയ്തില്ല. അതുകൊണ്ടാണ് എനിക്ക് സംശയം വന്നത് ആട്ടിന്റെ ആയിരിക്കുമോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് കഴിച്ചിട്ടുള്ള മെഡിസിന്റെ എന്തെങ്കിലും റിയാക്ഷൻ ആയിരിക്കുമോ എന്നുള്ള. ഡോക്ടർ ഈരാളിന്റെ ഇത് ട്രീറ്റ്മെന്റ് അറിയാം, അത് അങ്ങനെ മെഡിസിൻസിന്റെ പ്രോബ്ലം ആയിരിക്കും തോന്നുന്നില്ല. ഇല്ല അല്ലേ? ഇല്ല. ആ ഒരു സംശയമാണ് മനസ്സിൽ. എന്താന്ന് പറയുക, തുടർച്ചയായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 10 വർഷത്തോളമായി ഞാൻ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആർട്ടിന് പ്രോബ്ലംസ് ഒന്നുമില്ല, നടക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കയറ്റങ്ങളെല്ലാം കയറുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. BP അടക്കമാണ്. പിന്നെ അതായത് BP-ക്ക് കാര്യമായിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ല. നേരത്തെ തന്നെ പിന്നെ 120/80 ഉള്ളൂ. അപ്പോൾ അത് കൂടുതലൊന്നും അത് അധികം വരാറില്ല. അതേമാതിരി തന്നെ ഷുഗർ മിക്കവാറും പിന്നെ നോർമലിൽ തന്നെയാണ് നിൽക്കുന്നത്. കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഒരു 150-ന് താഴെ റേഞ്ചിലാണ് ഉണ്ടാവാറ് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്താല്. അപ്പോ അതുകൊണ്ടാണ് ഇത് മരുന്നിന്റെ എന്തെങ്കിലും സൈഡ് എഫക്ട് ആയിപ്പോയോ എന്നുള്ള ഒരു ഡൗട്ട് തീർക്കാനാണ് സാറെ വിളിച്ചത്. മരുന്നിന്റെ ആവാൻ സാധ്യത കുറവാണ്. വെരിക്കോസ് വെയിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് കൂടാതെ നമ്മൾ ഈ
നെർവ്സ് ആയിട്ട്, അതായത് ഈ നമ്മളെ ഡിസ്ക് അല്ലെങ്കിൽ ഈ നട്ടിലിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അത് എനിക്കൊന്ന് നിങ്ങൾ അടുത്ത തവണ ഡോക്ടർ ഈരാളിനെ കാണുമ്പോൾ ഈ സംഗതി ഒന്നും കൂടെ ഒന്ന് പറഞ്ഞ് അവരായിട്ട് ഡിസ്കസ് ചെയ്യാം. അതെ, മരുന്നിന്റെ എഫക്ട് ആവാനുള്ള സാധ്യത പറയുന്ന ഡിസ്കിനോ മറ്റുള്ള എനിക്ക് നടുവേദനയോ അല്ലെങ്കിൽ നട്ടല്ലോ അങ്ങനെ ഒരു വേദന പെയിനൊന്നും ഉണ്ടാകാറേ ഇല്ല, അങ്ങനത്തെ ഒരു കുഴപ്പമേ ഇല്ല. അതാണ് എനിക്ക് സാർ നമ്മൾ ഈ വാൽവ് റീപ്ലേസ് ചെയ്യുന്നുണ്ടല്ലോ, ഈ വാൽവ് റീപ്ലേസ് ചെയ്യുന്ന ഈ വാൽവ് എവിടെ നിന്ന് കിട്ടും? വാൽവ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കൃത്രിമ വാൽവുകൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈ മെക്കാനിക്കൽ എന്ന് പറയുന്നത് മുഴുവൻ ആർട്ടിഫിഷ്യലാണ്. അതിൽ ഒരു റിങ് ഉണ്ടാവും, സോയിങ് റിങ്, അതിലേക്കാണ് സ്റ്റിച്ച് എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ വാൽവ് മെക്കാനിസം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വാൽവ് മെക്കാനിസം ബേസിക്കലി ഒരു ഓപ്പൺ ക്ലോസ് ചെയ്യുന്ന ഒരു ഡിസ്ക്കാണ്. അത് സിംഗിൾ ഒരു റൗണ്ട് ഡിസ്ക് ആയിട്ടുണ്ട്, 2 ഹാഫ് ഡിസ്ക് ആയിട്ട്, അത് ബേസിക് 2-3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ മെക്കാനിക്കൽ വാൽവ് ഇതാണ്, അത് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യലാണ്. കൂടുതലും മെറ്റൽ, ഒരു പൈറോളിറ്റിക് കാർബണിൻ്റെ ഇതായിരിക്കും, കോമ്പിനേഷനാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ടിഷ്യൂ വാൽവ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബേസിക്കലി നാച്ചുറൽ ടിഷ്യൂസാണ്. അത് മനുഷ്യന്മാരുടെ വാൽവ് തന്നെയുണ്ട്, ഹോമോഗ്രാഫ് എന്ന് പറയുന്നത്. ഹലോ ഹലോ ആരാ വിളിക്കുന്നത്? ഇത് കണ്ണപുരത്ത് ഉത്തമൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പറയൂ. എന്റെ 2 കാലും പിന്നെ തരിപ്പ്, ഭയങ്കര തരിപ്പും പോറ്റലുമാണ്. ടിവിന്റെ വോളിയം കുറച്ച് കുറക്ക്. ഹലോ, പറഞ്ഞോളൂ. 2 കാലും തരിപ്പും പോറ്റലും, പിന്നെ 6 മാസങ്ങളായി ഇതിങ്ങനെ. 2 കാലിലെ പോച്ചൽ മാത്രമേ ഉള്ളൂ? പോച്ചലും തരിപ്പും. ഓക്കെ, വേറെ ഇത് കാലിന്റെ പടത്തിലാണ്, പടവും വരലും. മറ്റു വിഷമങ്ങൾ എന്തൊക്കെയാ ഉള്ളത്? മറ്റേ ഇടത് കണ്ണിന് തിമിരമുണ്ട്. ഓക്കെ, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചായി ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിപ്പോ ഈ കാലിലെ വേദന ഈ പറഞ്ഞതിൽ നമ്മൾ 3 പോസിബിലിറ്റി, 3 സാധ്യതകളൊന്ന് ആലോചിക്കുന്നത്. ഒന്ന്, പ്രമേഹത്തിന്റെ അസുഖം ഉണ്ടാവുമ്പോൾ 2 സൈഡിൽ ഇതേമാതിരി ഇങ്ങനെ പോച്ചലും തരിപ്പും ഉണ്ടാവാം. ഷുഗർ കാര്യമായിട്ടൊന്നും ഇല്ല. ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, അതും നോർമലായിട്ടോ. ഓക്കെ, പിന്നെയുള്ള സാധ്യതകൾ ഈ രക്തോട്ടത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഈ കാലിലേക്കുള്ള ഞരമ്പിന് എന്തെങ്കിലും വിഷമം വരുന്നത്, അതായത് നെർവ്സിന്. അല്ല, കാലിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ ഇതേമാതിരി ഉണ്ടാവാം. കാലിലെ രക്തക്കുഴലിന് ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതൊന്ന് കാണിച്ചിട്ട്, അത് രക്തോട്ടം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തിട്ട് രക്തോട്ടത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സാ രീതികളൊന്ന് ആലോചിക്കാൻ. നിങ്ങളെ സ്ഥലം എവിടെയാന്ന്? ചെറുകുന്ന്. പരിയാരത്ത് വരുവാണെങ്കിൽ പരിയാരത്ത് ചെയ്യാൻ പറ്റും ഈ ഡോപ്ലർ എന്ന് പറയുന്നത്. ചെറുകുന്ന് മിഷൻ ഹോസ്പിറ്റലും ഡോപ്ലർ ചെയ്യാറുണ്ട്. അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഈ അൾട്രാസൗണ്ടും ഈ സ്കാനൊക്കെ ചെയ്യുന്ന സെക്ഷനിൽ കാണിക്കുവാണെങ്കിൽ അവിടുന്ന് ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. നമ്മളിപ്പോൾ ഈ നേരത്തെ ഹൃദയ ട്രാൻസ്പ്ലാന്റ് വാൽവിന്റെ പറഞ്ഞു. അപ്പോൾ ഈ ടിഷ്യൂ വാൽവ് എന്ന് പറയുന്നത് ഒന്ന് ഹോമോഗ്രാഫ്റ്റ്, അതായത് മനുഷ്യന്റെ വാൽവ്, ടിഷ്യൂ വാൽവ്. പിന്നെ ഈ പന്നീൻ്റെത് ഈ പോസൈൻ വാൽവ് എന്ന് പറയുന്നത്, പന്നീൻ്റെ വാൽവും മനുഷ്യന് പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് സെയിം ഷേപ്പും സൈസും ഇതാണ്. പിന്നെ ഈ പോത്തിൻ്റെ ഹാർട്ടിൻ്റെ ചുറ്റിലൊരു മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ പെരിക്കാർഡിയം എന്ന് പറയുന്ന മെംബ്രെയിൻ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വാൽവുകൾ വേറെ ഉണ്ട്, പെരിക്കാർഡ് വാൽവ്സ്. അപ്പോൾ ഈ ടിഷ്യൂ വാൽവിൻ്റെത് ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അത് നോർമൽ, അതായത് നാച്ചുറൽ ടിഷ്യൂസ് ആയതുകൊണ്ട് ബ്ലഡുമായിട്ട് വലിയ റിയാക്ഷൻ വരില്ല. മറ്റ് മെറ്റൽ വാൽവ്സ് ആണെങ്കിൽ ബ്ലഡായിട്ട് എപ്പോഴും റിയാക്ഷൻ, ഈ ക്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെറ്റൽ വാൽവ് ആണെങ്കിൽ, ഈ മെക്കാനിക്കൽ വാൽവ് ആണെങ്കിൽ നമ്മൾ ആജീവനായിട്ട് ഈ ക്ലോട്ടിങ് കുറക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. ടിഷ്യൂ വാൽവ് ആണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു 6 months. ഇടിപ്പ് നോർമലാണ്, താളത്തിൽ തന്നെയാണ് ഹാർട്ടിൻ്റെ ഇടിപ്പ് പോകുന്നത് വെച്ചാൽ 6 മാസം മതി. ഹലോ
ഹലോ, ആരാ വിളിക്കുന്നത്? ഇത് പെരുമാച്ചേരിയിൽ നിന്നാണ്. ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് സ്റ്റെപ്പൊന്നും കയറിക്കൂടാ, ശ്വാസം മുട്ടില്ലാന്ന്. പിന്നെ ഇങ്ങനെ ടെൻഷൻ വരുമ്പോ ഇങ്ങനെ പടപടാ ചില സമയത്ത് ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും തന്നെ പെട്ടെന്നൊരു ശ്വാസം. കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ അല്ലാതെ വിമിഷ്ടാണ്. കൂടുതൽ സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഇതിന്റെ അലർജിന്റെ ഇതുണ്ട്. അപ്പൊ ചില സമയത്ത് വല്ലാതൊരു നെഞ്ചുവേദനയും ഇങ്ങനെ ഇതെല്ലാവുമ്പോ പെട്ടെന്ന് ഇങ്ങനെ തുമ്മിക്കഴിഞ്ഞാല് ആശ്വാസം മാതിരി. ഇപ്പം തന്നെ ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ വിളിച്ച് ടെൻഷൻ അടിക്കുമ്പോ നെഞ്ഞിങ്ങനെ വേദനയും ശ്വാസം മുട്ടുന്നില്ല എനിക്ക്. ഇതിപ്പോ ഈ ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് കുറേ ആയോ? കുറച്ചായി ഇതിങ്ങനെ കുറെ തൊട്ടായി കുറെ വർഷങ്ങളായി? വർഷങ്ങളായില്ല, ഒരു സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല. പിന്നെ സ്പീഡിൽ ഒരു കുന്നകയറ്റം കയറിയിട്ടുണ്ടെങ്കിൽ വല്ലാതൊരു വിമിഷ്ടമാണ്. ശ്വാസം മുട്ടി നിന്ന് പോകും ഞാൻ അവിടെ. ഇത് വാൽവിന്റെ തകരാറ് ഉണ്ടാവാനുള്ളൊരു വളരെ ഹൈ ചാൻസ് കാണുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോൾ ഉണ്ട് ഡോക്ടർ നല്ലോണം. കൊളസ്ട്രോളിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഇത് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് കാർഡിയോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു എക്കോ ഒന്ന് ചെയ്ത് നോക്കണം. കാരണം വെച്ചാൽ ഇതിലിപ്പോൾ രണ്ട് സാധ്യതകൾ. ഒന്ന് വാൽവിന് തകരാറുണ്ടാവാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വാൽവിന് ഹാർട്ടുമായിട്ട് വിഷമങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചില കൂട്ടർക്ക് ഈ ടെൻഷൻ വരുമ്പോൾ ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടാനും വിഷമങ്ങൾ ഉണ്ടാവാൻ സാധ്യത. പക്ഷെ അത് ആണെങ്കിൽ സാധാരണ ഈ കയറ്റം കയറുമ്പോഴുള്ള അല്ലെ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള ശ്വാസമുട്ടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ കോമ്പിനേഷൻ എന്തായാലും നമ്മളൊരു എക്കോ ചെയ്തിട്ട് ഹാർട്ടിൻ്റെ വാൽവുകളും പമ്പിങ്ങും ഒക്കെ നോർമലാണെന്നൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മെഷീൻ്റെ അകത്തെ കൂടെ സ്പീഡിൽ നടക്കുന്ന ഇതാണോ? അല്ല, TMT അല്ല. ഇത് ഹാർട്ടിന്റെ ഒരു സ്കാൻ ചെയ്യുന്ന മാതിരിയാ. അതെ അല്ലേ? അത് ഞാൻ പരിഹാരത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കാണിച്ചിട്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ സ്കാൻ ചെയ്തിട്ടില്ല, ഇതാണ് ചെയ്തത്. ഇങ്ങനെ കൂടുതൽ സ്പീഡിൽ നടക്കുന്ന ഒരു ഇത്. അതില് കുഴപ്പമില്ലാന്ന് അന്നേരം ഡോക്ടർ പറഞ്ഞിരുന്നു. എനിക്കിത് ചില സമയത്ത് വേദനയും പുറത്തുനിന്നുള്ള വേദനയെന്താണ് നല്ലോണം. നമ്മൾ ഇതിലിപ്പോ ഹാർട്ടിന്റെ വാൽവുകൾ വല്ല തകരാറുണ്ടോന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആക്ച്വലി ഈ കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് അതാണ്. വാൽവ് ഒന്നിക്കൽ ചുരുങ്ങി നിൽക്കുന്നോ അല്ലെങ്കിൽ വളരെ കാര്യമായ ഒരു ലീക്ക് ഉള്ളത് കൊണ്ട് അത് ഹാർട്ടിന്റെ ഇടിപ്പിനെ ഒന്ന് ബാധിക്കുന്നതുകൊണ്ടാണ് ഈ ശ്വാസമുട്ടലും നെഞ്ഞിടിപ്പ് വരുന്നത്. വാൽവിൻ്റെ ഇതിൽ തകരാറില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഹാർട്ടിന്റെ ഇടിപ്പിന്റെ കൺട്രോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് ചിലപ്പോൾ ഒരു ഹോൾട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അത് 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ECG ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ പരിഹാരത്തിന് ഈ TMT ടെസ്റ്റ് ചെയ്തിട്ട് കുറെ കാലമായോ? ഒരു വർഷം കഴിഞ്ഞ്. വിഷമങ്ങൾ അന്നത്തേൽ നിന്നും കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ? പിന്നെ ഞാൻ ഈ യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പൊ ശ്വാസം വലിക്കുന്ന ഒരു ഇതില്ല, അതിലൊന്നും എനിക്ക് അധികം കൂടുതൽ അങ്ങനെ വലിക്കാനിരിക്കുന്ന കഴിയില്ല. പെട്ടെന്ന് ഒരു എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു ശ്വാസത്തിൽ നെഞ്ചടിപ്പ് ഇതെല്ലാം. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. TMT അല്ല, എക്കോ ചെയ്തിട്ട് അതിന്റെ കൂടെ ചിലപ്പോൾ ഈ ഹോൾട്ടർ ടെസ്റ്റ് വേണ്ടി വരും. ഡോക്ടർ പിന്നെ എനിക്ക് പരിഹാരത്തിൽ ഇപ്പോൾ കാർഡിയോളജി സൈഡിൽ ഏത് ദിവസം വന്ന് കാണിച്ചാലും കുഴപ്പമില്ല. ഡോക്ടർ ഇവിടെ ഉണ്ടാവില്ല. ഈ പറഞ്ഞ ടെസ്റ്റിൻ്റെതൊക്കെ ആക്ച്വലി കൂടുതലും കാർഡിയോളജിസ്റ്റാണ് ചെയ്യുന്നത്. ആക്ച്വലി എക്കോ അവരാണ് ചെയ്യുക. അത് അവര് ചെയ്തിട്ട് അതിൽ കൃത്യമായിട്ട് എല്ലാം നോർമൽ ആണെങ്കിൽ അവർ പറയും. നമ്മളിത് പോയി ഇങ്ങനെ ഈ സിംറ്റംസ് പറഞ്ഞാല് കാർഡിയോളജിന്റെ എഴുതി തരുവല്ലേ? എങ്ങനെ? നമ്മളിതിപ്പം നമ്മളെ ഡോക്ടറെ കാണിച്ചാല് ഏത് ഡോക്ടറെ കാണിക്കണ്ടേ? ഡോക്ടർ തന്നെയാണോ? അല്ല, നിങ്ങള് ചൊവ്വാഴ്ച ആണെങ്കിൽ ചൊവ്വ, വ്യാഴം, ശനിയാണെങ്കിൽ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യനോ അല്ലെങ്കിൽ ഡോക്ടർ രാമകൃഷ്ണൻ ഉണ്ടാവും OP-യിൽ. തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച ഒക്കെ ആണെങ്കിൽ ഡോക്ടർ അഷ്റഫ് ഉണ്ടാവും അല്ലെങ്കിൽ ഡോക്ടർ ഗെയിലിൻ, അവരാരെങ്കിലും ഉണ്ടാവും. ഹലോ, കുറച്ച് വോളിയം കൂട്ടി പറയും, ശബ്ദം കൂട്ടോ. തണുപ്പ് തീരെ എനിക്ക് സഹിക്കാൻ പറ്റൂല ഡോക്ടറെ. തണുപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. പാകെ വിറയലും എന്തെല്ലോ ഒരു വിഷമാണ്. അത് ഹാർട്ടിന്റെ പ്രശ്നമായിട്ട് വരൂല. ഈ തണുപ്പ് ആയിട്ട് വിഷമം അധികം ഈ തൈറോയിഡിന്റെ പ്രോബ്ലം വരുമ്പോഴാണ് കാണുന്നത്. തൈറോയിഡ് ചെക്ക് ചെയ്തതിന് കുഴപ്പമില്ല. അതിൽ ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോ 260, 270 വരും.
260 കൊളസ്ട്രോൾ കൂടുതലാണ്. പക്ഷെ അങ്ങനെ പേടിക്കാനുള്ളൊരു അങ്ങനെ ഒരു ക്രൈസിസ് മാതിരി ഒന്നുമല്ല. അത് ഭക്ഷണം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ മരുന്നും കൂടെ കഴിച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഇല്ല, മരുന്ന് കഴിക്കാന്ന് ഡോക്ടർ പറഞ്ഞ മരുന്ന് കഴിക്കാണ്ട് ഇങ്ങനെ. പിന്നെ മോൻ BSc നഴ്സിംഗ് കഴിഞ്ഞാണ്. മോൻ പറഞ്ഞ മരുന്ന് കഴിക്കാണ്ട് ഇങ്ങനെ പോയിന്ന്. എനിക്ക് സ്റ്റെപ്പ് കയറാതുള്ളൂ. പിന്നെ ചില സമയത്ത് കിടന്നിട്ടാകുമ്പോൾ തന്നെ ശ്വാസം മുട്ടലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു എക്കോ ഒന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എക്കോ ടെസ്റ്റ് ചെയ്തിട്ട് അത് നോർമൽ ആണെങ്കിൽ നമ്മൾ ഈ ഇടുപ്പിന്റെ കാര്യം മാത്രം ഒന്ന് നോക്കണ്ടോ. എക്കോയിൽ ഇപ്പോൾ വാൽവിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ ഡോക്ടർ നമ്മൾ സ്പീഡിൽ നടക്കുന്ന അതിന്റെ അകത്തുനിന്ന് ഇത് മനസ്സിലാവൂല അല്ലേ? ഇല്ല, TMTൻ്റെതിൽ നമ്മളിപ്പോൾ വാൽവിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവണമെന്നില്ല. TMTയിൽ ഹാർട്ടിന്റെ മസിൽസിൽ, അതായത് ഈ ഹാർട്ടിന്റെ മാംസപേശികളിലേക്ക് രക്തോട്ടം കുറയുമ്പോഴാണ് TMTയിൽ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, താങ്ക് യു സാർ. സാറിൻ്റെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ്, സാറിൻ്റെ ഒരുപാട് ഈ നമ്മുടെ പ്രേക്ഷകർക്ക് സാറിന് കൊടുക്കാൻ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇങ്ങനെയില്ല വാൽവ് ഡിസീസും അല്ലെങ്കിൽ ബൈപ്പാസ് ഒന്നും ഇല്ല അവസ്ഥ ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ല. അത് ഒന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാനുള്ളതാണ് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് ഒരു സംഗതി പറയാം. ഇപ്പോൾ നമ്മൾ വേൾഡ് ഹാർട്ട് ഡേ നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ആ ഒരു ദിവസം എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധേഡാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ബോധേഡല്ല. ഇപ്പോൾ എക്സസൈസ് ജീവിതശൈലി തന്നെ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 വർഷം മുമ്പത്തെ ഫുഡ് ഹാബിറ്റ്സ് അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ എല്ലാവരുടെ ഭക്ഷണ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ പണ്ടൊക്കെ ആണെങ്കിൽ കൂടുതലും നടക്കുക ചെയ്യുന്നത്. ഇപ്പോഴും നടത്താൻ തീരെയില്ല. ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ ബൈക്ക് എടുത്തിട്ടാ പോകും. അപ്പോൾ അത് തിരക്കുള്ളതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ടെൻഡൻസിയാണ്. പക്ഷെ നമ്മൾ കഴിയുന്നതും ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യും, കുറച്ച് എക്സസൈസ്. അത് റെഗുലർ എക്സസൈസ്, ഹെവി എക്സസൈസ് വേണമെന്നില്ല. 20 മിനിറ്റ് ആഴ്ചയിൽ 5 ദിവസം ഒരു 20-25 മിനിറ്റ് ഒരു മീഡിയം സ്പീഡിൽ നടന്നാൽ മതി. അത് തന്നെ നമുക്ക് എന്തായാലും അതിനെ കൊണ്ട് ഗുണം മാത്രമേ കിട്ടുള്ളൂ. അതൊന്ന്. സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ കഴിയുന്നതും എല്ലാ സംഗതികളും ഒരു മോഡറേഷൻ. ഇപ്പോൾ ഇടക്ക് എന്താ പറയുക, ഒരു ഈ ബിഞ്ച് എന്ന് പറഞ്ഞിട്ട് ചില ഓർഡർ തീരെ വളരെ കൺസർവേറ്റീവാണ്, എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുള്ളാണ്. പക്ഷെ കഴിക്കുമ്പോൾ ഒരു ലിമിറ്റില്ലാതെ കഴിക്കാം. അപ്പോൾ അതിലും നല്ലത് നമ്മൾ എപ്പോഴും ഒരു മിഡിൽ പാത്താണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും മോഡറേഷനിൽ ഉണ്ടാവണം. ഭക്ഷണത്തിൻ്റെ അതേമായി തന്നെ ശ്രദ്ധിക്കുക. കഴിയുന്നതും കൊഴുപ്പ് കുറച്ച്, പ്രത്യേകിച്ച് ഈ റെഡ് മീറ്റ് എന്ന് പറയുന്നത് ബീഫ്, മട്ടൺ, പോർക്ക് അങ്ങനത്തെ ഒക്കെ കഴിയുന്നത് കുറക്കുക. പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ മാതിരി ഈ ഡയബറ്റിക് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ലൈഫ് സ്റ്റൈല് നമ്മൾ കഴിയുന്നതും ഈ എന്താ പറയുക, ഈ എക്സിക്യൂട്ടീവ് ഭയങ്കര ടെൻഷനുള്ളവർ അവർ ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. എല്ലാ സംഗതികളും എളുപ്പമല്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് റെഗുലർ എക്സസൈസ് ഉണ്ടാവാം, പിന്നെ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, മറ്റ് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കഴിയുന്നതും ഒഴിവാക്കുക, ട്രീറ്റ് ചെയ്യുക. ഡയബറ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ BP അതൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. വളരെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാം പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ ഹൃദയാലയിലെ കാർഡിയോ തൊറാക്സ് സർജൻ ഡോക്ടർ പ്രസാദ് സാറിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നിരവധി സംശയങ്ങൾ ചോദിച്ച് ഈ പരിപാടി സക്സസ് ആക്കിയ എല്ലാ പ്രേക്ഷകരോടും നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയത്ത് കാണാം. നന്ദി, നമസ്കാരം.